السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول، قالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا، ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. أحياؤنا لا يرزقون بدرهم وبألف ألف ترزق الأموات، من لي بحظ النائمين بحفرة قامت على أحتابها الصلوات، يسعى الأنام لها ويجري حولها بحر النذور وتقرأ الآيات، ويقال هذا الباب باب المصطفى ووسيلة تقضى بها الحاجات. സദസ്സിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ശബ്ദം ഉച്ചഭാഷിണിയുടെ പരിധിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മഞ്ഞപ്പെട്ടി ശാഖ സംഘടിപ്പിച്ചിട്ടുള്ള തസ്ഫിയ എന്ന പ്രോഗ്രാമിലാണ്
നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടക്കുന്ന സംസാരത്തെയും കേൾവിയെയുമെല്ലാം ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി അധ്വാനിച്ച എൻ്റെ സഹപ്രവർത്തകരുണ്ട്, സഹോദരന്മാരുണ്ട്. സാമ്പത്തികമായി കൊണ്ടും ശാരീരികമായി കൊണ്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഏറെ പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് വല്ലാത്ത ആശങ്കയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബരംഗത്ത് അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരവരുടെ മക്കളുടെ കാര്യത്തിൽ ഏറെ ആശങ്കാകുലരായിക്കൊണ്ടാണ് ഒരു മഹാഭൂരിഭാഗം വരുന്ന രക്ഷിതാക്കളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദിനേന പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചും പ്രതീക്ഷ നൽകുന്നതല്ല. ഒരാളും ജീവിതത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ ഒരുപക്ഷെ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ ആരും ആഗ്രഹിക്കാത്ത വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കേണ്ടതായ മാറ്റങ്ങൾ ഈ സമൂഹത്തിന് ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ്. സ്വന്തം കൂടെ പഠിക്കുന്ന സഹപാഠിയെ അടിച്ചു കൊല്ലാൻ മടിയില്ലാത്ത തരത്തിലേക്ക് അതൊരു പ്രശ്നമാവില്ല എന്ന് അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് പരസ്പരം കൂട്ടുകാർ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ തന്നെ ഇത്രയധികം കിരാതമായ മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടു എന്നുള്ളത് ഏറെ നിരാശാജനകമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മറുഭാഗം എടുത്തു നോക്കിയാൽ ലഹരിക്കടിമപ്പെട്ടു പോയ ഒരു വലിയ ഭൂരിപക്ഷം വരുന്ന ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ അങ്ങോട്ടുള്ള ഒരു വലിയ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെല്ലാം സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കയുണ്ടായിരുന്നത് നമ്മുടെ കുട്ടി സ്കൂളിലെത്തുന്നത് വരെയുള്ള വഴിയാണ്. സ്കൂളിലെത്തിയാൽ ഓരോ മാതാപിതാക്കളും അവർ ആശ്വാസത്തിലാണ്, എൻ്റെ മക്കള് സ്കൂളിലെത്തിയല്ലോ, അൽഹംദുലില്ലാ. എന്നാൽ ഇന്നത്തെ ഒരു സാമൂഹ്യ സ്ഥിതി അതല്ല.
കലാലയങ്ങളിൽ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെയാകാൻ പല കാരണങ്ങളുണ്ട്. UP തലം മുതലുള്ള കുട്ടികളിൽ തന്നെ ഒരു ചെറിയ ശതമാനം, ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുകയാണ്, ലഹരിയുടെ വാഹകരായി ലഹരിയെ കച്ചവടം ചെയ്യാൻ ലഹരി മാഫിയകൾ ഉപയോഗപ്പെടുത്തുന്നതായുള്ള വാർത്തകൾ. ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എൻ്റെ മകൻ അതിൽ പങ്കാളിയല്ല, എൻ്റെ മകൾ അതിൽ പങ്കാളിയല്ല, എൻ്റെ കുട്ടികളൊന്നും അതിലില്ല എന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടികളും അതിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരവും അതിൻ്റെ അമിതമായ ഉപയോഗവും ഒരുപക്ഷെ ഞാനും നിങ്ങളും അടങ്ങുന്ന മാതാപിതാക്കൾക്ക് മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മൊബൈൽ ഫോണിൽ അടിമപ്പെട്ടു പോയ കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാശി പിടിച്ച് മക്കളുടെ കൈകളിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വാർത്തകളും നമ്മൾ വായിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി എവിടേക്ക് നോക്കിയാലും അരാജകത്വവും അധാർമികതയും കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ചുറ്റുപാട് നിലനിൽക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ ഒരു ഭാഗത്ത് ലഹരിയുടെ സംവിധാനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുകയും മറുഭാഗത്ത് ലഹരി വിരുദ്ധ ജാഥകളും ലഹരി വിരുദ്ധ പ്രതിജ്ഞകളുമൊക്കെ ലഹരി വിരുദ്ധ ബോധവൽക്കരണങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചു നോക്കിയാൽ എല്ലാം ഒരു വിരോധാഭാസമായി തോന്നുന്ന ഒരു ചുറ്റുപാടിലാണ് സമൂഹത്തെ നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ഇസ്ലാമിന് ചിലത് പറയാനുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത്. ഇസ്ലാം എന്താണ് എന്ന് അറിയാത്ത ഒരു വലിയ സമൂഹം മുസ്ലിം നാമധാരികളായി മുസ്ലിമിൻ്റെ പേരിട്ട്, എന്നാൽ ഇസ്ലാം എന്താണ് എന്നോ പരലോകം എന്താണ് എന്നോ റബ്ബ് ആരാണ് എന്നോ ഇങ്ങനെ യാതൊന്നും അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലുള്ള ഒരു വലിയ സമൂഹം ഇന്ന് നിലനിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് എന്താണ് ഇസ്ലാമെന്നും ആ ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത പ്രവാചകന്മാർ എങ്ങനെയാണ് ഈ സമൂഹത്തെ പരിവർത്തിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് എന്നും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മുടെ മക്കൾ വഴിതെറ്റുമ്പോഴാണ് രക്ഷിതാക്കൾ മക്കളെക്കുറിച്ച് വല്ലാത്ത ആശങ്കയിലായിക്കൊണ്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല കൗൺസിലർമാരുടെ അടുക്കലേക്കും പോവുകയാണ്. ഒരുപക്ഷെ നമ്മുടെ മകൾക്കുള്ള ഒരു പ്രേമബന്ധം രക്ഷിതാക്കൾ പോലും അറിയുന്നത് 18 വയസ്സ് പൂർത്തിയായി അവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോഴാണ്. അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്താണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന ഗൗരവമായ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകേണ്ടത്. ചുറ്റുപാടും സാഹചര്യങ്ങളുമെല്ലാം ഏറെ വിപരീതമായിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഓരോ പ്രവാചകന്മാരും കടന്നു വന്നത്.
അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവാചകനായി മക്കയിൽ നിയോഗിതനാകുമ്പോൾ ആ സമൂഹം തികഞ്ഞ വഴികേടിന്റെ ഉടമകളായി ജീവിച്ചിരുന്നവരായിരുന്നു. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് ലഫീ ളലാലിം മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനത. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ അവരിലുണ്ടായിരുന്ന തിന്മകളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, പ്രിയമുള്ളവരെ, മദ്യപാനം അവർക്ക് സാർവത്രികമായിരുന്നു. ലഹരിയിലായിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു മക്കയിൽ ജീവിച്ചിരുന്ന ജനത. താൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുന്തിരിവള്ളിയുടെ കീഴെ തന്നെ മറമാടണമെന്ന് വാശി പിടിച്ചിരുന്ന ആളുകൾ ആ ജാഹിലിയത്തിൽ ജീവിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്തിനു വേണ്ടിയാണ് ആ ആഗ്രഹം? അങ്ങനെയുള്ള ആളുകൾ ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? മരിച്ചു കഴിഞ്ഞാലും ആ മുന്തിരിവള്ളിയുടെ അതിൻ്റെ വേരിലൂടെ എനിക്ക് ആ മദ്യം രുചിക്കാമല്ലോ എന്ന് ആഗ്രഹിച്ചു പോയിരുന്ന ജനതയായിരുന്നു അവർ. നിസാര കാര്യങ്ങൾക്ക് പരസ്പരം യുദ്ധം ചെയ്യുകയും കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന ആളുകൾ. ഞാൻ ഇന്നാലിന്ന പെണ്ണിനെ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് അങ്ങാടിയിൽ വന്ന് തൻ്റെ അഭിമാനമായി കൊണ്ട് ഉറക്കെ പറഞ്ഞിരുന്ന ജനതയായിരുന്നു ജാഹിലിയത്തിന്റെ ജനത. ആ ജനതയിലേക്കാണ് പ്രവാചകനായി ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. 23 വർഷക്കാലം കൊണ്ട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ചും വഴികേടിലായിപ്പോയ ആ ജനതയെ പരിവർത്തിപ്പിക്കുകയാണ്. ആ 23 വർഷക്കാലം കൊണ്ട് ആ സമുദായത്തെ ലോക ജനതക്കുള്ള മാതൃകായോഗ്യരായ ആളുകളാക്കി ആ പ്രവാചകൻ മാറ്റിക്കൊണ്ടുവരികയാണ്. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുകയാണ്, കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അപ്രകാരം നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. ആ സഹാബത്തിനെ നോക്കിക്കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ് ഒരു മധ്യമ സമൂഹമാക്കി അവരെ മാറ്റിയത്? ജനങ്ങൾക്കവർ മാതൃകയായിരിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വറളു അൻഹു, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജാഹിലിയത്തിന്റെ ജനതയെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവരികയാണ്. നൂറ്റാണ്ടുകൾ കൊണ്ടല്ല, കേവലം 23 വർഷക്കാലം കൊണ്ടാണ് അവരെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, എന്തായിരുന്നു അതിൻ്റെ തുടക്കമെന്ന് നമ്മൾ അറിയണം. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ മാതാവ് പറയുകയാണ്, മുഅ്മിനുകളുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംർ, ആദ്യമായി ഇറങ്ങിയത് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞായിരുന്നുവെങ്കിൽ ലഖാലൂ, ആ ജനങ്ങൾ പറയുമായിരുന്നു, ലാ നദ്ഉൽ ഖംറ അബദാ, ഞങ്ങൾ ഒരിക്കലും ഈ മദ്യപാനം ഒഴിവാക്കുകയില്ല. ആദ്യമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നുകൊണ്ട് ആ ജനതയോട് നിങ്ങൾ മദ്യപിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ആ ജനങ്ങൾ പറയുമായിരുന്നു, ഞങ്ങൾ മദ്യപാനം ഒഴിവാക്കില്ല. ആദ്യമായി ഇറക്കപ്പെട്ടത് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞായിരുന്നുവെങ്കിൽ ലഖാലു, ആ ജനങ്ങൾ പറയുമായിരുന്നു, ലാ നദ്ഉ സിന അബദാ, ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം ഒഴിവാക്കുകയില്ല. മദ്യപിച്ചിരുന്ന, ലഹരിയിൽ അടിമുടി ജീവിച്ചിരുന്ന ആ ജനത
വ്യഭിചാരത്തിൽ ജീവിച്ചിരുന്ന ആ ജനത, കൊലപാതകത്തിൽ ജീവിച്ചിരുന്ന ആ ജനത, അവരോട് ആദ്യമായി നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആദ്യമായി മദ്യപിക്കരുത് എന്നല്ല അവരോട് പറഞ്ഞത്. മറിച്ച് അവരോട് ആദ്യമായി കൊണ്ട് പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായ ഒരു ഇലാഹുമില്ല. ഈ ആദർശമാണ് മുഴുവൻ പ്രവാചകന്മാരും ജനങ്ങളെ ആദ്യമായി പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു നബിയെയും ഞാൻ നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് നാം വഹയി നൽകിയിട്ടല്ലാതെ. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, നാമല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരു ഇലാഹുമില്ല. അതുകൊണ്ട് ഫഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കണം. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. മുഴുവൻ പ്രവാചകന്മാരും ജനങ്ങളെ പഠിപ്പിച്ചത് ഈ ആദർശമാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ജനങ്ങളെ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. പ്രിയമുള്ളവരെ, ആരോടാണ് ഈ ആദർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്? അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞ ആളുകളോടാണോ? പ്രിയമുള്ളവരെ, പടച്ച റബ്ബ് ഇല്ല എന്ന് പറഞ്ഞവരോടാണോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്? അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞവരാണോ? അല്ലാഹുവിനെ അറിയാത്തവരാണോ? അല്ല, മറിച്ച് അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, പക്ഷെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞവരാണവർ, പക്ഷെ അറിയേണ്ട രൂപത്തിൽ അവർ അറിഞ്ഞിട്ടില്ല. അല്ലാഹുവാണ് ഖാലിഖ് എന്നവർ വിശ്വസിച്ചവരാണ്. അല്ലാഹുവാണ് റാസിഖ് എന്നവർ വിശ്വസിച്ചവരാണ്. അല്ലാഹുവാണ് മുദബ്ബിർ എന്നവർ വിശ്വസിച്ചവരാണ്. അല്ലാഹുവാണ് മഴ ഇറക്കുന്നത് എന്നവർ വിശ്വസിച്ചവരാണ്. ഏത് വിഭാഗം ആളുകളെ കുറിച്ചാണ് ഇത് പറയുന്നത്? മക്കയിലുള്ള 1-ാം നമ്പർ മുശ്രിക്കുകളായ ആളുകൾ. അല്ലാഹുവിനെ അവർ അറിയാത്തവരല്ല. അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് എന്നവർ വിശ്വസിച്ചിട്ടുണ്ട്. അല്ലാഹുവാണ് മഴ പെയ്യിക്കുന്നത് എന്നവർ വിശ്വസിച്ചിട്ടുണ്ട്. അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നവർ വിശ്വസിച്ചിട്ടുണ്ട്. അല്ലാഹുവാണ് അതേ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നത് എന്നവർ വിശ്വസിച്ചവരാണ്. ഇത് വിശ്വസിച്ചവരാണ് അബൂജഹലും ഒത്തുബത്തും ശൈബത്തും അടങ്ങുന്ന മുശ്രിക്കുകൾ. ആരാണിത് പറഞ്ഞത്? വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. വലഇൻ സഅൽതഹും, നബിയെ അവരോട് ചോദിച്ചു നോക്ക്, മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്നവരോട് ചോദിച്ചു നോക്ക്. എന്താണ് ആ മുശ്രിക്കുകളുടെ മറുപടി? ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് എന്ന അവർ മറുപടി പറഞ്ഞത്. വലഇൻ സഅൽതഹും, നബി അവരോട് ചോദിച്ചു നോക്ക്, മന്നസ്സല മിനസ് സമാഇ മാആ, ആരാണ് മഴമേഘങ്ങളിൽ നിന്ന് മഴയെ ഇറക്കിത്തരുന്നത്? വാനലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴ ഇറക്കിത്തരുന്നവൻ ആരാണ്? ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ആ മഴ മുഖേന നിർജീവമായ ഭൂമിയെ സജീവമാക്കുന്നവൻ ആരാണ്? എന്താണ് മുശ്രിക്കുകളുടെ മറുപടി? അവർ ലാത്തയാണെന്ന് മറുപടി പറഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയാണെന്ന് മറുപടി പറഞ്ഞിട്ടില്ല. ഉസ്സയാണെന്ന് മറുപടി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയാണ് മഴ പെയ്യിക്കുന്നത് എന്നല്ല അവർ മറുപടി പറഞ്ഞത്, മറിച്ച് അല്ലാഹുവാണ് എന്ന അവർ മറുപടി പറഞ്ഞത്. ഇനി ചിന്തിച്ചു നോക്ക് പ്രിയമുള്ളവരെ, ബദറിലേക്ക് പുറപ്പെടുമ്പോൾ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ബദറിലേക്ക് പുറപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, മുശ്രിക്കുകളായ ആളുകൾ ആരോടാ തേടിയത്? ആരോടാ പ്രിയമുള്ളവരെ തേടിയത്? ലാത്തയോടാണോ? ഉസ്സയോടാണോ? മനാത്തയോടാണോ?
ഇബ്രാഹിം നബിയോടാണോ? ഇവരൊക്കെ അവരുടെ ഇലാഹുകളായി സ്വീകരിച്ചവരാണ്. എന്നാൽ അവരോടൊന്നുമല്ല മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ തേടിയത്, മറിച്ച് അള്ളാഹുവിനോടാ തേടിയത്. അള്ളാഹുവിനോടാ തേടിയത്. മക്കയിലുള്ള മുശ്രിക്കുകളായ ആളുകൾ അവർ മുസ്ലിങ്ങളുമായി കൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ബദറിലേക്ക് പുറപ്പെടുമ്പോൾ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അവർ തേടിയതാരോടാണ്? അള്ളാഹുവിനോടാ തേടിയത്. ഇബ്രാഹിം നബിയോടല്ല, ഇസ്മായിൽ നബിയോടല്ല, ലാത്തയോടല്ല, ഉസ്സയോടല്ല, മറിച്ച് അവരുടെ പ്രാർത്ഥനയതാ നമുക്ക് കാണാൻ കഴിയും. അവർ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ്. അല്ലാഹുമ്മ അൻസുർ അലൽ ജുൻദൈൻ വഅക്രിമിൽ ഫിഅതൈൻ വഖൈറുൽ ഖബീലതൈൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ. ആരാണ് പ്രിയമുള്ളവരെ ഈ തേടുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തേട്ടമല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തേട്ടമല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ തേട്ടമല്ല, മക്കയിലെ 1-ാം നമ്പർ മുശ്രിക്കുകളായ അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന ആളുകൾ അവർ തേടുന്നത് റബ്ബിനോടാണ്. അല്ലാഹുവേ, ഏറ്റവും വലിയ സംഘത്തെ നീ സഹായിക്കണേ റബ്ബേ. ഏറ്റവും നല്ല ഗോത്രക്കാരെ നീ സഹായിക്കണേ റബ്ബേ. പ്രിയമുള്ളവരെ, അബൂജഹലിന്റെ പ്രാർത്ഥനയാണിതെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വെച്ചുകൊണ്ട് അവിടുത്തെ കയ്യിൻ്റെ കക്ഷം കാണുമാറ് കൈകൾ ഉയർത്തിക്കൊണ്ട് വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുന്ന് തേടുകയാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബാ ലാ തുഅബദ് അബദാ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും ഇന്ന് നീ നശിപ്പിച്ചു കളഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം പടച്ച റബ്ബേ ഈ ഭൂമി ലോകത്തുണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തേടുകയാ റബ്ബിനോട്. പിന്നെ എന്തൊരു ആദർശ വ്യത്യാസമാണ് ഇവർ തമ്മിലുണ്ടായത് പ്രിയമുള്ളവരെ. അബൂജഹൽ തേടുന്നതും റബ്ബിനോടാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തേടുന്നതും റബ്ബിനോടാണ്. മാത്രമല്ല, മക്ക മുശ്രിക്കുകളുടെ തൽബിയത്ത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ. ആരാണ് ഈ തൽബിയത്ത് ചൊല്ലുന്നത്? മക്കയിലെ മുശ്രിക്കുകളായ ആളുകളുടെ തൽബിയത്താണ്. ഇവിടെ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, നിർത്തൂ നിങ്ങൾ, ഇതിൻ്റെ അപ്പുറം നിങ്ങൾ പറയണ്ട, ഇതിൻ്റെ അപ്പുറം നിങ്ങൾ പറയണ്ട. ലബ്ബൈക ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരനുമില്ല എന്ന് പറഞ്ഞ് അവിടെ അവർ നിർത്തിയില്ല. ഇല്ല ശരീക്കൻ, ഒരു പങ്കാളിയല്ലാതെ, ഹുവലക, ആ പങ്കാളി നിനക്കുള്ളതാണ് റബ്ബേ, ആ പങ്കാളി നിനക്കുള്ളതാണ്. തംലിക്കുഹു, ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തുന്നത്. വമാ മലക്ക, ആ പങ്കാളിക്ക് എന്ത് കഴിവുണ്ടോ അത് നീ നൽകിയ കഴിവാണ് റബ്ബേ. ഇതാണ് പ്രിയമുള്ളവരെ മുശ്രിക്കുകളുടെ തൽബിയത്ത്. അള്ളാഹു ഒരു പങ്കാളിയെ നിശ്ചയിച്ചിട്ടുണ്ട്, ആ പങ്കാളിക്കുള്ള കഴിവ് അള്ള കൊടുത്തതാണ്. കേട്ടോ, അല്ലല്ല എന്നല്ല അവർ പറഞ്ഞത്, അല്ല കൊടുത്ത കഴിവുള്ള കുറെ ആളുകളുണ്ട്. അവരാണ് ലാത്ത, അവരാണ് ഉസ്സ, അവരാണ് മനാത്ത, അവരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവരാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അവർക്കൊക്കെ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് അമ്പിയാക്കളാണ്. ലാത്തയും ഉസ്സയും അടങ്ങുന്ന ആളുകൾ ഔലിയാക്കളുമാണ്. അവർക്ക് മുഅ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരോട് ഞങ്ങൾ ചോദിക്കുന്നത്. അതേ വിശ്വാസമായിരുന്നു മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. ഇനി നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, ആദ്യമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിതനായ പ്രവാചകൻ അവ്വലുർ റസൂലാര നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയമുള്ളവരെ കടന്നു വരുമ്പോൾ അവരിലുണ്ടായിരുന്ന ശിർക്ക് എന്താണ്? അവർ അല്ല ഇല്ല എന്ന് പറഞ്ഞവരല്ല,
മറിച്ച് പ്രിയമുള്ളവരെ അവർ വദ്ദിനോട് ആരാധന നടത്തിയവരാണ്. സുവാഇനോടും യഊസിനോടും യഊക്കിനോടും നസ്റിനോടും അവർ ആരാധന നിർവഹിച്ചവരാണ്. ആരാണ് വദ്ദും സുവാഉം യഊസും യഊക്കും നസ്റുമെല്ലാം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്ന ജനതയിലെ സ്വാലിഹീങ്ങളായ മനുഷ്യരായിരുന്നു. ഫലമ്മാ ഹലകു ഔഹ ശൈത്വാനു അൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന അൻസ്വാബാ. അവരൊക്കെ മരിച്ചപ്പോൾ അവരൊക്കെ നല്ല നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യരാണല്ലോ, അവരെ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ സ്മാരകങ്ങൾ അവർ ഉണ്ടാക്കി വെക്കുകയാണ്. അവരിരുന്നിരുന്ന സ്ഥലങ്ങളിൽ അവരുടെ ബിംബങ്ങൾ അവർ കൊത്തിയുണ്ടാക്കുകയാണ്. ഫലം തുഅബദ്, അവർ ആരാധിച്ചിട്ടില്ല. കണ്ടോ, നല്ല നല്ല മനുഷ്യന്മാരാ വദ്ദും സുവാഉം യഊസും യഊക്കും നസ്റും എല്ലാം നല്ല സ്വാലിഹീങ്ങളായ ആളുകൾ. അവർ മരിച്ചപ്പോൾ അവരെ ഓർക്കാൻ, ഇവരൊന്നും നല്ല നല്ല മനുഷ്യന്മാരാണ്, മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് അവരെ ഓർക്കാൻ വേണ്ടി സ്മാരകങ്ങൾ, അവരുടെ ബിംബങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചു. ഫലം തുഅബദ്, ആ തലമുറ അവർ ആരാധിച്ചിട്ടില്ല. പക്ഷെ അടുത്ത തലമുറ വന്നപ്പോൾ അവർക്ക് തോന്നി, ദാ ഇവരൊക്കെ എത്ര എത്ര ആളുകൾ മരിച്ചുപോയി, അവരുടെ ഒന്നും ബിംബങ്ങൾ ഉണ്ടാക്കി വച്ചില്ല. ഇവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇവർക്കെന്തോ പ്രത്യേകമായ കഴിവുണ്ട്. അങ്ങനെ അവരോട് ആരാധിക്കാൻ തുടങ്ങി. കണ്ടോ, അവരോട് ആരാധിക്കാൻ തുടങ്ങി. അവരിലേക്കാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. അല്ലേ, അവരോട് പറഞ്ഞത് എന്താ പ്രിയമുള്ളവരെ? യാ ഖൗമി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അത് നിങ്ങൾക്ക് ആ റബ്ബല്ലാതെ അല്ലാഹുവല്ലാതെ ഒരാരാധ്യനുമില്ല തന്നെ. രാവും പകലും ഭേദമില്ലാതെ 950 വർഷക്കാലത്തോളം ആ പ്രവാചകൻ ഈ ആദർശം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ടോ, ഒന്നു രണ്ടുമല്ല, സൂറത്തു നൂഹ് എടുത്ത് പരിശോധിക്കുക നിങ്ങൾ. അവിടെ കാണാം, റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ വഇന്നി കുല്ലമാ ദഅൗതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസ്വാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ സുമ്മ ഇന്നി ദഅൗതുഹും ജിഹാറാ സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറാ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. 950 വർഷക്കാലത്തോളം രാപ്പകൽ ഭേദമില്ലാതെ, രാവും പകലും ഭേദമില്ലാതെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അല്ലേ, രഹസ്യമായി ക്ഷണിച്ചു, പരസ്യമായി ക്ഷണിച്ചു. പക്ഷേ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ അത് സ്വീകരിച്ചുള്ളൂ. വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രം. പ്രിയമുള്ളവരെ, എന്നിട്ട് ആ വിരലുണ്ടാവുന്ന ആളുകളെ മുഴുവൻ കപ്പലിൽ കയറ്റി, അല്ലേ, മറ്റുള്ളവരെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. നൂഹ് നബിയുടെ മകൻ ആ പ്രളയത്തിൽ വിട്ട് മരിച്ചുപോയി. നോക്കൂ നിങ്ങൾ. പിന്നെ അവിടെ മുവഹിദുകൾ മാത്രമേ ഉള്ളൂ, തൗഹീദുള്ളവര്, അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവര്. പ്രിയമുള്ളവർ, ഇശാ നമസ്കാരം നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഒരുമിച്ച് നിസ്കരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇങ്ങനെയാണ് ആദ്യം ശിർക്ക് വരുന്നത്. ഓരോ വ്യക്തികളോടുള്ള അമിതമായ ബഹുമാനവും ആദരവും അതിൻ്റെ ഉണ്ടായത്. നിങ്ങൾ നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ ആ കഅബാലയത്തിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ വിഗ്രഹം ആരുടെ വിഗ്രഹമാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹമാണ്. അല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാ പ്രിയമുള്ളവരെ? ബിംബത്തെ നിർമ്മിച്ചിരുന്ന പിതാവിനോട് ബിംബത്തെ നിർമ്മിക്കരുതെന്നും ബിംബത്തെ ആരാധിക്കരുതെന്നും പറഞ്ഞ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലേ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ പിതാവിനോട് പറയുന്നുണ്ട്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. പൊന്നു പിതാവേ, കാണാത്ത, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത ഈ ബിംബങ്ങളെ അങ്ങ് എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് സ്വന്തം പിതാവിനോട് ബിംബത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞ ആ പ്രവാചകൻ കാലങ്ങൾ കഴിഞ്ഞപ്പോഴതാ കഅബാലയത്തിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ വിഗ്രഹമായി വരികയാണ്. എന്തേ? മക്കയിലെ മുശ്രിക്കുകൾ ബഹുമാനിച്ചതാണ്, ആദരിച്ചതാണ്. പക്ഷെ അത് ആരാധനയായി മാറി. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലേ, അമ്പിയാക്കളോട് തേടുക, ഔലിയാക്കളോട് തേടുക. എന്നിട്ട് അതിന് കാരണം പറയണത് എന്താ? അല്ല അല്ലാത്തവരോട് തേടാൻ കാരണം പറയണത് അല്ല കൊടുത്ത കഴിവെന്ന് ചോദിക്കുന്നു എന്നാണ്.
അതന്നെയാണ് ലോകത്തുള്ള സകല ശിർക്ക് ചെയ്യുന്ന ആളുകളും പറഞ്ഞ വാദം. ലാത്തക്ക് സ്വയം കഴിവില്ല, ഉസ്സക്ക് സ്വയം കഴിവില്ല, ഇബ്രാഹിം നബിക്ക് സ്വയം കഴിവില്ല, അതുപോലെ തന്നെ മനാത്തക്ക് സ്വയം കഴിവില്ല. അല്ല കൊടുത്ത കഴിവാണ്, അല്ല കൊടുത്ത കഴിവിൽ നിന്നാ ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് പ്രിയമുള്ളവരെ ലോകത്ത് ശിർക്ക് ചെയ്ത മുഴുവൻ മനുഷ്യരും പറഞ്ഞത്. അല്ലാതെ ലോകത്തൊരാളും അള്ളാനെ പോലെ ദാത്തുള്ള മറ്റൊരു റബ്ബുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല, മറ്റൊരു ശക്തിയുണ്ട് എന്നവർ വിശ്വസിച്ചിട്ടില്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇൽം, നിങ്ങൾ അറിയണം, ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലോകത്തൊരാളുണ്ടായിട്ടില്ല അള്ളാനെ പോലെ ദാത്തുള്ള, അള്ളാനെ പോലെ അറിവുള്ള, അള്ളാനെ പോലെ കഴിവുള്ള മറ്റൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. പിന്നെ എന്തുണ്ടായത്? അല്ല കൊടുത്ത കഴിവെന്ന് ചോദിക്കുക, അല്ല കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുക, അതായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുതന്നെയാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന് മാത്രം നൽകേണ്ടുന്ന ആരാധനകൾ, പ്രവാചകന്മാർക്ക് മൗജിസത്തുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് തേടിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാട്, അവരുടെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുകയും ആരാധനയുടെ വശങ്ങളെ അവർക്ക് വഴിമാറ്റിവിടുകയും ചെയ്യുന്ന ഏർപ്പാട്, അതുതന്നെയാണ് പ്രിയമുള്ളവരെ ശിർക്ക്. അതന്നെ ശിർക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാതെ അള്ളാഹിനെ പോലെ മറ്റൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കണ്ട, സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണ്ട. അങ്ങനെ ആരും വിശ്വസിച്ചിട്ടില്ല, ലോകത്ത് അങ്ങനെ ആരും വിശ്വസിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പറയുന്നുണ്ട്. എന്താ അവർ പറഞ്ഞത്? എന്തിനാ നിങ്ങൾ ലാത്തയോട് തേടുന്നത്? എന്തിനാ നിങ്ങൾ ഉസ്സയോട് തേടുന്നത്? എന്തിനാ നിങ്ങൾ ഇബ്രാഹിം നബിയോട് തേടുന്നത്? അവർ പറഞ്ഞത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാ ഞങ്ങൾ അവരോട് തേടുന്നത്. അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാ ലാത്തയോട് ഞങ്ങൾ ഇസ്തിഗാസ നടത്തുന്നത്, ഉസ്സയോട് ഞങ്ങൾ ഇസ്തിഗാസ നടത്തുന്നത്, മനാത്തയോട് ഞങ്ങൾ ഇസ്തിഗാസ നടത്തുന്നത്. അവരുടെ മറ്റൊരു വിശ്വാസം, അവരുടെ മറ്റൊരു വാദം ഖുർആൻ പറയുന്നുണ്ട്, ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. ഇവരൊക്കെ നാളെ പരലോകത്ത് അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയുന്നവരാകും. കേട്ടോ, ഈ രണ്ട് വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ ഇബ്രാഹിം നബിയോട് തേടുന്നത്. ഇടയാളനായിട്ടാണ് സ്വീകരിച്ചത്, ഇടയാളനായിട്ടാ ലാത്തയോട് തേടിയത്, ഇടയാളനായിട്ടാ ഉസ്സയോട് തേടിയത്. മാത്രമല്ല, പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇവർ ശുപാർശ പറയും. ഈ രണ്ട് വിശ്വാസ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, ഇനി ആലോചിച്ചു നോക്കേ, നമ്മുടെ നാട്ടിലുള്ള ആളുടെ വിശ്വാസം എന്താണ്? എന്തിനാണ് നിങ്ങൾ മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നത്? എന്തിനാ നിങ്ങൾ മമ്പുറം തങ്ങളോട് തേടുന്നത്? എന്തിനാ നിങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്നത്? എല്ലാവരുടെയും മറുപടി എന്താ? അല്ല കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കണത്. അവര് പരലോകത്ത് ഞങ്ങൾക്ക് ശുപാർശ പറയും, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ്. ഇതന്നെയല്ലേ ഇവരും പറയണത്? ഇവിടെയുള്ള പൊതു മുസ്ലിം സമൂഹം അതല്ലേ പറയണത്? അതന്നെയാണ് സുഹൃത്തുക്കളെ ശിർക്ക്. ഇത് ശിർക്ക് ആരോപിക്കല്ല. അങ്ങനെ ചില ആളുകൾ ഇവരും കണ്ടോ, മുജാഹിദുകൾ വന്ന് ഞങ്ങളെ ശിർക്ക് ആരോപിച്ചു എന്നാണ് പല ആളുകളും പറയാറുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, ശിർക്ക് ആരോപിക്കുകയല്ല, ശിർക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം മുജാഹിദുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആരോടും പ്രത്യേകമായ വിദ്വേഷമില്ല, ആരോടെങ്കിലും വൈരാഗ്യമില്ല. മറിച്ച് പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ ആദർശം വെട്ടിത്തുറന്ന് ജനങ്ങളുടെ മുന്നിൽ പറയുക എന്ന ദൗത്യമാണ് ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞങ്ങൾ പരിഗണിക്കാറില്ല. കാരണം ശിർക്ക് ചെയ്യുന്നവനാണോ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിട്ടുണ്ട്. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. സ്വർഗ്ഗം ഹറാം എന്ന് പറഞ്ഞ ഒരേ ഒരു തിന്മയാ പ്രിയമുള്ളവരെ ആ റബ്ബിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. അല്ലാഹുവാണ് ഖാലിഖ് എന്ന് വിശ്വസിച്ചിട്ടും, അല്ലാഹുവാണ് റാസിഖ് എന്ന് വിശ്വസിച്ചിട്ടും, അല്ലാഹുവാണ് മുദബ്ബിർ എന്ന് വിശ്വസിച്ചിട്ടും, അല്ലാഹുവാണ് മുഹയ്യി എന്ന് വിശ്വസിച്ചിട്ടും, അല്ലാഹുവാണ് മുമീത്ത് എന്ന് വിശ്വസിച്ചിട്ടും മക്കയിലെ മുശ്രിക്കുകൾ തൗഹീദിന്റെ ആളുകളായിട്ടില്ല.
പാടില്ല. മറിച്ച് അത് വിശ്വസിക്കുന്നതോടൊപ്പം ആരാധനകൾ ആ റബ്ബിലേക്ക് മാത്രമേ നമ്മൾ തിരിച്ചുവിടാവൂ. ആ റബ്ബ് മാത്രമാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥന കേൾക്കുന്നവൻ. ആ റബ്ബ് മാത്രമാണ് ഉത്തരം നൽകുന്നവൻ. അവനാണ് പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നവൻ. അവനാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ. അവനാണ് രോഗങ്ങൾ മാറ്റുന്നവൻ. അവനാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ പരിഹരിച്ചു തരുന്നവൻ. ലോകത്തൊരു സൃഷ്ടിക്കും അതിന് സാധ്യമല്ല. ഒരു ഔലിയാക്കൾക്കും അതിന് സാധ്യമല്ല. അമ്പിയാക്കൾക്ക് അതിന് സാധ്യമല്ല. ലോകത്ത് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബേബിമാർക്ക് അവർക്കും സാധ്യമല്ല. ബാബമാർക്കും സാധ്യമല്ല. മലക്കുകൾക്കും സാധ്യമല്ല. ജിന്നുകൾക്കും സാധ്യമല്ല. മറിച്ച് ലോകത്തിന്റെ നാഥനായ റബ്ബിന് മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാനും ഉത്തരം ചെയ്യാനും പ്രതിസന്ധികളെ പരിഹരിക്കാനും രോഗം ശമിപ്പിക്കാനും എല്ലാത്തിനും കഴിവുള്ള ഖദീറായവൻ ആ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ എത്രയെത്ര പ്രാർത്ഥനകളാ പഠിപ്പിച്ചിട്ടുള്ളത്. എത്രയെത്ര പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളാണുള്ളത്. ആ പ്രാർത്ഥനകൾ ആരോടാ പ്രിയമുള്ളവരെ? എല്ലാം റബ്ബിനോട് മാത്രമാണ്. റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നത് മാത്രമല്ല, ആ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാവുക എന്നുള്ളതാണ്. റബ്ബിനോട് മക്കയിലെ മുശ്രിക്കുകളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. റബ്ബിനോട് മക്കയിലെ മുശ്രിക്കുകളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് മുജാഹിദുകളുടെ വാദമല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ഫൈദാ ഗശിയഹും മൗജുൻ കല്ലുലലി ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും ഇലൽ ബർരി ഫൈദാ ഹും യുശ്രികൂൻ. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ വലിയ വലിയ തിരമാലകൾ അവരുടെ കപ്പലിനെ തകർത്തെറിയുമാറുള്ള വലിയ വലിയ തിരമാലകൾ അവരുടെ കപ്പലിന്റെ നേരെ വീശിയടിക്കുമ്പോൾ അവരതാ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. പ്രിയമുള്ളവരെ, മക്കയിലെ മുശ്രിക്കുകളുടെ പ്രാർത്ഥനയെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എങ്ങനെയാണ് അവർ ദുആ ചെയ്തത്? ഇഖ്ലാസോടുകൂടെയാണ്. കീഴ്വണക്കം റബ്ബിലേക്ക് മാത്രമാക്കിക്കൊണ്ടാണ് ആ മക്കയിലെ മുശ്രിക്കുകളെ കടലിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഫലമ്മാ നജാഹും മിനൽ ബർരി, അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ ഫൈദാഹും യുശ്രികൂൻ, അവരതാ റബ്ബിൽ പങ്കു ചേർക്കുന്നു. അപ്പോൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരല്ല മക്കയിലെ മുശ്രിക്കുകളെ. പ്രതിസന്ധികൾ അവർ പ്രാർത്ഥിച്ചത് റബ്ബിനോടാണ്. പ്രയാസങ്ങളിൽ അവർ പ്രാർത്ഥിച്ചത് റബ്ബിനോടാണ്. എന്നാലോ അവർ കരയിലെത്തി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവർ പറയും, ലാത്തയുടെ ബറക്കത്ത് കൊണ്ടാണ്, ഉസ്സയുടെ ബറക്കത്ത് കൊണ്ടാണ്, ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കൊണ്ടാണ് ഞങ്ങൾ ആ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടതാ അവർ ശിർക്ക് ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഇനി നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോടാണ് പറഞ്ഞത്, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. നബിയെ പ്രഖ്യാപിക്ക്. അല്ലാഹു പറയുകയാണ്, ഖുൽ, പറ നബിയെ അവരോട്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. പ്രിയമുള്ളവരെ, അതാണ് ഇസ്ലാമിന്റെ ആദർശം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു റബ്ബേ, നിന്നോട് മാത്രം സഹായം തേടുന്നു റബ്ബേ. ഇതാണ് നിർബന്ധമായിക്കൊണ്ടും ഓരോ മുഅ്മിനും തൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 17 തവണ അവനും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. നിന്നെ മാത്രം ആരാധിക്കുന്നു റബ്ബേ, നിന്നോട് മാത്രം സഹായം തേടുന്നു റബ്ബേ. ഒരു സൃഷ്ടിയോടും പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചുകൂടാ. ഒരു സൃഷ്ടിയിലേക്കും ആരാധനകൾ വഴിമാറ്റിക്കൂടാ. ഒരു സൃഷ്ടിയോടും ഇസ്തിഗാസ നടത്തിക്കൂടാ. എല്ലാം റബ്ബിലേക്ക് മാത്രമാകണം. മലക്കിനോട് പ്രാർത്ഥിച്ചുകൂടാ, ജിന്നിനോട് പ്രാർത്ഥിച്ചിരിക്കൂടാ, ജീവിച്ചിരിക്കുന്നവനോട് പ്രാർത്ഥിച്ചുകൂടാ, മരിച്ചവനോടും പ്രാർത്ഥിച്ചുകൂടാ. എല്ലാ പ്രാർത്ഥനകളും ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ഖാലിഖു കുല്ല ഷൈഇൻ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ആ റബ്ബിനോട് മാത്രമാകണം.
ആകണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണ് ഇസ്ലാമിന്റെ കാതൽ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ മുസ്ലിം സമുദായത്തെ ചില പുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന എന്നുള്ളത് അത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. കേട്ടോ, സമൂഹത്തെ പഠിപ്പിക്കാണ് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. മാത്രമല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് വേണ്ടത്ര ഉത്തരം ലഭിച്ചു കൊള്ളണമെന്നില്ല. എന്നിട്ട് ഉദാഹരണം പറയുകയാണ്, ഒരാൾക്ക് യാത്ര പോകണമെങ്കിൽ KSRTCയിൽ യാത്ര പോകാം, ബെൻസ് കാറിലും യാത്ര പോകാം. കേട്ടോ, KSRTCയിൽ യാത്ര പോയ എന്താ, എത്തിയെങ്കിൽ എത്തി അല്ലേ? ബെൻസ് കാറിലോ അതിങ്ങനെ അടിച്ച് നല്ല സുഖമായിട്ട് വേഗത്തിലെത്തും. എന്നിട്ട് പറയാം, അള്ളാഹിനോടുള്ള പ്രാർത്ഥന KSRTCയിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നവരെ പോലെയാണ്. ഏതാണ് ഈ സമുദായം സ്വീകരിക്കുക പ്രിയമുള്ളവരെ? എന്നിട്ട് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ എന്ന ചോദ്യത്തിന് മുഹിയുദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിക്കുകയാണ്. എന്താ മറുപടി? പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നല്ല, ഇസ്തിഗാസ നടത്താം, പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നല്ല, മറിച്ച് എന്താ മറുപടി? പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാം. എന്താ പ്രവാചകന്മാർ പഠിപ്പിച്ചത്? റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ് അല്ലേ? മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചതാണ്. ഇനി നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഡസൻ കണക്കിന് പ്രാർത്ഥനകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കിടക്കപ്പായിൽ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ആരോടാ? അള്ളാഹിനോടാണ്. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ തുടങ്ങി വാഹനത്തിൽ കയറുമ്പോഴും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാലും അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഓരോ സമയങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ആരോടാ പ്രിയമുള്ളവരെ? അല്ലാഹുമ്മ റബ്ബന റബ്ബി എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ? എല്ലാ പ്രാർത്ഥനയും അള്ളാഹിനോടാണ്, എല്ലാ പ്രാർത്ഥനകളും റബ്ബിനോടാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഖുർആനിൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകൾ എല്ലാം റബ്ബിനോടാണെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ഭൂരിഭാഗം ആളുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ ആരോടാ തേടുന്നത്? മുഹിയുദ്ദീൻ ശൈഖിനോടാണ്, മമ്പറം തങ്ങളോടാണ്, CM വലിയുള്ളയോടാണ് അല്ലേ? CM-നോടാണ്. ഇങ്ങനെ തുടങ്ങി പ്രാദേശികമായും അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന, കെട്ടിപ്പൊക്കപ്പെട്ട കബറുകൾക്കുള്ളിൽ കിടക്കുന്ന മനുഷ്യരോട് തേടാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ഒരിക്കലും അല്ലാഹു പൊറുത്തു തരാത്ത പാപമാണത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗം നിഷിദ്ധമാണെന്ന് മാത്രമല്ല, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിനെ അല്ലാഹു ഒരിക്കലും പൊറുത്തു തരില്ല. അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. കേട്ടോ, അതല്ലാത്തതല്ല പുറത്തു കൊടുത്തേക്കാം. ശിർക്കൊരിക്കലും പൊറുക്കൂല, ശാശ്വതമായി നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം സ്വീകരിക്കണം. അതാ മുജാഹിദുകൾ ജനങ്ങളോട് പറയുന്നത്. പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം എന്തോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാസ നടത്തുന്ന, സഹായത്തേട്ടം നടത്തുന്ന ആ ആളുകൾ ആരാണ്? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകളില്ലേ, ഇബാദുൻ അംസാലുക്കും, അവർ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. ഫദ്ഊഹും, നിങ്ങൾ അവരോടൊന്ന് ദുആ ചെയ്യ്. ഫല്യസ്തജീബൂ ലക്കും, നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നത് ഞാനൊന്ന് കാണട്ടെ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. കേട്ടോ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ജന്മമെടുത്തവരാ പ്രവാചകന്മാർ, അമ്പിയാക്കള്, അള്ളാഹുവിന്റെ അടിമകളാണ്.
ഔലിയാക്കൾ അല്ലാഹുവിന്റെ അടിമകളാണ്, സിഎം റബ്ബിന്റെ അടിമയാണ്. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് ഈ ഭൂമിയിലേക്ക് അവധിയെത്തിയപ്പോൾ, പ്രിയമുള്ളവരെ, ജന്മമെടുത്ത് നിശ്ചയിക്കപ്പെട്ട അവധി കഴിഞ്ഞപ്പോൾ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയവരാണ്. എല്ലാവരും അങ്ങനല്ലേ? വിശുദ്ധ ഖുർആൻ പറയാണ്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ദുആ ചെയ്യുന്നവർ, ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവർ ഒന്നിനെയും സൃഷ്ടിച്ചവരല്ല, ഒന്നിനെയും അവർ സൃഷ്ടിച്ചിട്ടില്ല, അവരാണെങ്കിലോ സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. അംവാത്തുൻ, അവർ മരിച്ചവരാണ്. ഗൈറു അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എന്താണ് പുനർജീവിപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയില്ല. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരുമാകട്ടെ, ബാബമാരാകട്ടെ, അമ്മമാരാകട്ടെ, ബീവിമാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, ആരുമാകട്ടെ, അല്ലാഹു പറയുകയാണ്, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പുറത്ത് കാണുന്ന നിസാരമായ ആ പാടയുണ്ടല്ലോ, അതുപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദഊഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല. വലൗ സമിഉ, ഇനി വാദത്തിന് കേൾക്കുമെന്ന് സമ്മതിച്ചാൽ തന്നെയും, മസ്തജാബൂ ലക്കും, നിങ്ങൾക്കവർ ഉത്തരം നൽകില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിച്ചു തള്ളും. അതേ, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കേട്ടോ, പരലോകത്ത് ചെല്ലുമ്പോൾ സുഹൃത്തുക്കളെ, ആരെയാണോ വിളിച്ചു തേടിയത്, അവർ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇതിനെ മുഴുവൻ നിഷേധിച്ചു തള്ളും. മാത്രമല്ല, ഖുർആൻ പറയാണ്, വഹിദാഹു ശിറന്നാസ്, ജനങ്ങളൊക്കെ മഹ്ശറാബൻകലിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, കാനൂ ലഹും അഅദാ, അവർ അതാ ശത്രുക്കളായി വരികയാണ്. ആരെയാണോ വിളിച്ചു തേടിയത്, ആരെ വിളിച്ചു തേടിയോ അവർ പരസ്പരം ശത്രുക്കളായിരിക്കും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, അവരതാ ആ ഇബാദത്തിനെ, അവർ ചെയ്ത ആരാധനയെ നിഷേധിക്കുകയാണ്. കേട്ടോ, പരലോകത്തിലും മുഹ്യിദ്ദീൻ ശൈഖ് പറയും, പടച്ചോനെ ഞാനിതറിഞ്ഞിട്ടില്ല. കേട്ടോ, അമ്പരം തങ്ങൾ പറയും, ഞാനിതറിഞ്ഞിട്ടില്ല, എന്നെ വിളിച്ചു തേടിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഭൂമി ലോകത്തുള്ള മഹാഭൂരിഭാഗം ആളുകൾ വിളിച്ചു തേടിയ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലേ, ലോകത്ത് ഭൂരിഭാഗം ക്രൈസ്തവർ അവർ വിളിച്ചു തേടുന്ന പ്രവാചകൻ, ഇന്നും മരിച്ചിട്ടില്ലാത്ത, ഏഴാനാകാശത്തേക്ക് ഉയർത്തപ്പെട്ട, വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തെ പരലോകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗത്തെ, അദ്ദേഹത്തെ പരലോകത്തേക്ക് കൊണ്ടുവരുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, ഭൂരിഭാഗം മനുഷ്യരും വിളിച്ചു തേടി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വഇദ ഖാലല്ലാഹു യാ ഈസാ ഇബ്ന മറിയം, മറിയമിന്റെ പുത്രനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ്, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, ഓ ഈസാ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് നിന്നെയും നിന്റെ മാതാവായ മറിയമിനെയും വിളിച്ചു തേടാൻ? കണ്ടോ, ഈസാ നബിയോട് ചോദിക്കുന്ന, നിന്നെയും നിന്റെ മാതാവായ മറിയമിനെയും വിളിച്ചു തേടാൻ ഓ ഈസാ നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? എന്താ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടി? ഖാല സുബ്ഹാനക്, അദ്ദേഹം പറയാണ്, പടച്ച റബ്ബേ, നീ എത്ര പരിശുദ്ധവനാണ്. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖിൻ, എനിക്ക് അനുവാദമില്ലാത്തത്, എനിക്ക് അവകാശമില്ലാത്തത് ഞാൻ പറയുകയില്ലല്ലോ റബ്ബേ. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നീ അറിയുമായിരുന്നല്ലോ റബ്ബേ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക, നീ എൻ്റെ മനസ്സിലുള്ളത് അറിയുന്നവനാണ്, നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുന്നവനല്ല.
ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീയാണല്ലോ എല്ലാ ഗൈബുകളും എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ. ഉണ്ടോ? ഈസാ നബി പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചോനെ നീ അത് അറിയണവനല്ലേ, നീയല്ലേ രഹസ്യങ്ങൾ അറിയുന്നവൻ, അവരിൽ ഞാൻ ജീവിച്ചിരിക്കെ ഞാൻ അവരോടത് പറഞ്ഞിട്ടില്ല എന്ന് ഈസാ നബി പറയുന്ന കണ്ടോ. അപ്പൊ ലോകത്തുള്ള ക്രൈസ്തവർ വിളിച്ചു തേടുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ പ്രാർത്ഥന അറിയണില്ല. അദ്ദേഹം പരലോകത്ത് വെച്ച് പറയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ പ്രവാചകൻ ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ്. എന്നിട്ടും പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ പോലും ആ പ്രാർത്ഥന അറിയുന്നില്ല. അദ്ദേഹം പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ അവരോട് അവകാശപ്പെട്ടുള്ള അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ ആലോചിക്കണം, നാളെ പരലോകത്ത് വരുമ്പോൾ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല ഈ സമൂഹം ചെയ്യുന്ന ഈ പ്രാർത്ഥനയെ നിഷേധിക്കും. അതിൻ്റെ അർത്ഥം ഔലിയാക്കളില്ല എന്നല്ല, അങ്ങനെയാണ്. കണ്ടോ, ഇവര് വഹാബികള് മുജാഹിദുകൾ ഔലിയാക്കളെ കുറ്റം പറയാണ്. എന്നാ പ്രിയമുള്ളവരങ്ങനെ ഔലിയാക്കളുണ്ട്, കറാമത്തുണ്ട്, അതിലൊന്നും സംശയമല്ല. പക്ഷേ നമ്മുടെ നാട്ടില് പലപ്പോഴും എന്താ അറിയോ, ഈ ഔലിയാക്കളെ സംബന്ധിച്ച് മാലകളും മൗലൂദുകളും ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവരോട് തേടാണ്, അല്ലേ, അവരോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മൗലൂദുകൾ എടുത്തു നോക്ക്, അതിൽ നമുക്ക് കാണാം പ്രിയമുള്ളവരെ, ആ മൗലൂദിൽ പരാമർശിക്കപ്പെട്ട ആളാരാണോ അവരോട് തേടുകയാണ്, അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് മൗലൂദെങ്കിലോ, അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടാണ്. അതിലൂടെ ആരാ പ്രിയമുള്ളവരെ ഇതുണ്ടാക്കിയത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ? അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതല്ലേ, അല്ലേ? അതാണ് ദീനായി കൊണ്ട് ആചരിക്കേണ്ടത്. പക്ഷേ പിൽക്കാലത്ത് പലതും കടന്നു വന്നു. മാലകളും മൗലൂദുകളും റാത്തീബുകളും കുത്തുബിയത്തുകളും പക്ഷിപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും എല്ലാം ഇസ്ലാമിന്റെ അഡ്രസ്സിൽ കടന്നു വരാൻ തുടങ്ങി. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. സഹാബത്ത് ആരും മൗലൂദ് ഓതിയിട്ടില്ല. അതുകൊണ്ടാണ് മൗലൂദ് കഴിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞത് എന്താ? മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 ശേഷം വന്നതാ മൗലൂദ് കഴിക്കണ ഏർപ്പാട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല, താബിഉകൾ പഠിപ്പിച്ചതല്ല, തബഉ താബിഉകൾ പഠിപ്പിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമരായ ആളുകൾ എൻ്റെ സഹാബത്താണ്, പിന്നീട് അതിന് ശേഷം വന്ന താബിഉകളാണ്, പിന്നീട് അതിന് ശേഷം വന്ന തബഉ താബിഉകളാണ്. കണ്ടോ, ഇവരൊന്നും മൗലൂദ് ചൊല്ലിയിട്ടില്ല, ഇവരാരും മൗലൂദ് ചൊല്ലിയിട്ടില്ല. മാത്രമല്ല പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ അങ്ങനെ ഒരു കാര്യം ദീനിന്റെ പേരിൽ കൊണ്ടുവരാൻ അനുവാദമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും മതത്തിലേക്ക് പുതിയതായി കൊണ്ടുവന്നാൽ അതിനെ നിങ്ങൾ തള്ളിക്കളയണം. കണ്ടോ, ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒന്നും മതമായി ആചരിച്ചുകൂടാ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന, നല്ലതെന്ന നിലക്ക് ആരെങ്കിലും മതത്തിലേക്ക് ഒരു പുതിയ കാര്യം കൊണ്ടുവന്നാൽ ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് ഇന്നിതാ മതം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്, ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിട്ടുണ്ട്. മതം പൂർത്തിയായി. എന്നിട്ടാണ് ഇതാ പുതിയൊരു സലാത്ത്, നാരിയ സലാത്ത്, ഒരു കഞ്ചുലർഷ്, ഒരു മൗലൂദ്, ഒരു കുത്തുബിയത്ത്, ഒരു പക്ഷിപ്പാട്ട്, ഒരു കുപ്പിപ്പാട്ട്, ഒരു മങ്കൂസ് മൗലൂദ്, അല്ലേ? ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, സഹാബികള് പരലോകത്ത് ചെന്നിട്ട് സഹാബത്തിന്റെ രേഖ ഇങ്ങനെ പരിശോധിക്കുമ്പോ അതില് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആൻ പാരായണുണ്ട്, ഖുർആൻ പഠനമുണ്ട്, ജിഹാദുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലുള്ള ഒരു മൗലിയാരെ പരലോകത്ത് കൊണ്ടുവന്ന് ആ രേഖ ഇങ്ങനെ പരിശോധിക്കുമ്പോ
അതിലെന്തുണ്ട്? കുത്തുബിയ്യത്തുണ്ട് അല്ലേ? അതുപോലെ തന്നെ പ്രിയമുള്ളവരെ മൗലൂദുണ്ട്, റാത്തീബുണ്ട്, സിവിൽ ക്രിമിനൽ റാത്തീബുകളുണ്ട്, നാരിയ സലാത്തുണ്ട്, കഞ്ചുൽ അർഷുണ്ട്, അലമുസ്സലാത്തുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. ഇത് കാണുമ്പോൾ ചോദിക്കൂലേ? ഇത് കാണുമ്പോൾ ചോദിക്കും അല്ലേ? അബൂബക്കർ ചോദിക്കും, അല്ല നബിയെ ഇതൊന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നല്ലോ, എന്താ ഈ നന്മ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാതിരുന്നത്? ചോദിക്കൂലേ? സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്ക്, ഇതൊക്കെ പിൽക്കാലത്തുണ്ടായതാണ്. അങ്ങനെ ദീനിലേക്ക് ഒരു കാര്യം കടത്തിക്കൊണ്ടുവരാൻ ലോകത്തൊരാൾക്കും അനുവാദമില്ല. ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറാഉ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കിടക്കപ്പായിൽ ചെന്നാലുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഒരു പ്രയോഗമുണ്ട്, വബി നബിയിക്കല്ലദീ അർസൽതാ. ണ്ടോ? വബി നബിയിക്കല്ലദീ അർസൽതാ എന്നൊരു പദം ഉണ്ട്. ആ പദം പറയേണ്ടിടത്ത് ബറാഉ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു വബി റസൂലിക്കല്ലദീ അർസൽതാ എന്ന് പ്രയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. ബറാഅ അങ്ങനെയല്ല, വബി റസൂലിക്ക എന്നല്ല, വബി നബിയിക്ക. അത് വഹയാണ്, ദീനാണ്. അതിലെ നമ്മുടെ കൈകടത്തൽക്ക് അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ചില ആളുകൾ പള്ളിയിൽ വന്നിരിക്കുകയാണ് അല്ലേ? പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് പ്രിയമുള്ളവരെ കല്ലുകൊണ്ട് എണ്ണം പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു. അവരിങ്ങനെ അത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലുള്ള കല്ലുകൊണ്ട് അവർ എണ്ണം പിടിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ കല്ലുകൊണ്ട് എണ്ണം പിടിക്കുന്ന സന്ദർഭത്തിൽ അത് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കാണുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ വട്ടത്തിലിരുന്നു കൊണ്ട് കല്ലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കാണാണ്. അദ്ദേഹം നേരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദിനോട് പറയാണ്, ദാ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ചില ആളുകൾ ദിക്റുകൾ ചൊല്ലുകയാണ്, എണ്ണം പിടിച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കളൊന്നും അവരോട് പറഞ്ഞില്ലേ? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, താങ്കളോട് ചോദിച്ചിട്ട് പറയാമെന്ന് കരുതി. അങ്ങനെ രണ്ടുപേരും പള്ളിയിൽ പോകാൻ. ആ പള്ളിയിൽ നിന്ന് ദിക്ർ ചൊല്ലുന്നവരോട് ചോദിക്കാൻ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവർ പറഞ്ഞു, മാ അറദിനാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ ഖൈർ അല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല. കണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാണ്, സുബ്ഹാനല്ലാഹ് ചൊല്ലാണ് എണ്ണം പിടിച്ചിട്ട്. എന്താണ് ഈ സഹാബിമാർ പറഞ്ഞത്? വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾക്ക് നാശമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, അവിടുത്തെ വസ്ത്രങ്ങൾ നുരുമ്പിയിട്ടില്ല, അവിടുത്തെ സഹാബത്ത് മരിച്ചു തീർന്നിട്ടില്ല. അതിനു മുമ്പേ നിങ്ങൾ ബിദ്അത്ത് ഉണ്ടാക്കുകയാണോ എന്ന് പറഞ്ഞ അവര് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ആട്ടി വിടാൻ. എന്തേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല. അല്ല. സുബ്ഹാനല്ലാഹ് കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല. നമുക്ക് എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം, എപ്പോഴും സുബ്ഹാനല്ലാഹ് ചൊല്ലാം. പക്ഷെ ഒരു പ്രത്യേകമായ എണ്ണം നിശ്ചയിച്ച്, ഒരു പ്രത്യേകമായ സമയം നിശ്ചയിച്ച് അങ്ങനെ ചൊല്ലണമെങ്കിൽ ഇസ്ലാമിൽ മാതൃകയുണ്ടാകണം, അല്ലെങ്കിൽ അത് ബിദ്അത്താണ്. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് സഹാബിമാർ അവരെ പള്ളിയിൽ നാട്ടി പുറത്താക്കിയത്. എന്നാലോ പിൽക്കാലത്ത് പലതും ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്നു. മാലകളും മൗലൂദുകളും റാത്തീബുകളും കുത്തുബിയ്യത്തുകളും ഒക്കെ കടന്നു വരികയാണ്. ആരാ പ്രിയമുള്ളവരെ ഇതുണ്ടാക്കിയത്? അല്ലേ? കുത്തുബിയ്യത്ത് ഉണ്ടാക്കിയത് ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, സ്വഹാബത്തല്ല. ഈ നാട്ടിലുള്ള സാധാരണക്കാരായ മുസ്ലിം സമൂഹത്തോട് സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പ്രിയമുള്ളവരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ കുത്തുബിയ്യത്ത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല, സ്വഹാബത്താരും കണ്ടിട്ടില്ല, താബിഉകളാരും കണ്ടിട്ടില്ല, തബഉ താബിഉകളാരും കണ്ടിട്ടില്ല, ഇമാം ഷാഫി റഹിമഹുല്ല കണ്ടിട്ടില്ല, ഇമാം മാലിക് റഹിമഹുല്ല ഇത് കണ്ടിട്ടില്ല, ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ല ഇത് കണ്ടിട്ടില്ല, ഇമാം അഹ്മദ് അതുപോലെ തന്നെ 4 ഇമാമമാരും ഇത് കണ്ടിട്ടില്ല. ഒരാളിത് കണ്ടിട്ടില്ല. ഇത് ഉണ്ടാക്കണ എപ്പോഴറിയോ? ഹിജ്റ 1040 ജനിച്ച സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ഒരു തമിഴ് നാട്ടുകാരുണ്ടാക്കിയതാണ് കുത്തുബിയ്യത്ത്. ഹിജ്റ 1040 ജനിച്ച് 1114 മരിച്ച 1114 മരിച്ച അടിവരട്ട് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ പ്രവാചകന്റെ ആ പാരമ്പര്യത്തിൽ നിന്ന് ദീന് പഠിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ സാധാരണക്കാരെ വഞ്ചിക്കാറുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, നിങ്ങൾ
ഈ കുതുബിയത്ത് ഹിജ്റയുടെ 1040 വരെയുള്ള ഒരൊറ്റ മുസ്ലിമിനും പരിചയമല്ല. ഇതെങ്ങനെ ഇസ്ലാമാകുന്നത്? ഇതെങ്ങനെ പ്രിയമുള്ളവരെ ഇസ്ലാമാകുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ച് അവർ എഴുതിയുണ്ടാക്കിയിട്ടുള്ള തമിഴ്നാട്ടുകാരനായ സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന വ്യക്തി എഴുതിയുണ്ടാക്കിയതാ കുതുബിയത്ത്. അതാണ് പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ കൊണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചൊല്ലിപ്പിച്ച് അതിന്റെ പണം പറ്റി ജീവിക്കുകയാണ് പുരോഹിതന്മാർ. അതുകൊണ്ടാണ് മുജാഹിദുകളെ പുരോഹിതന്മാർക്ക് വല്ലാത്ത ദേഷ്യം. ഓരോ വയറിനടിക്കുകയാണ് ഞങ്ങൾ, വല്ല വരുമാനാണ് ഇതുകൊണ്ട് നിൽക്കുക. അതുപോലെ തന്നെ മാലി മൗലൂദ് റാത്തീബും ഇതൊന്നും ഒരു സഹാബിമാരും ചൊല്ലിയിട്ടില്ല, ഒരു താബികളും ചൊല്ലിയിട്ടില്ല, ഒരു തബഉ താബികളും ചൊല്ലിയിട്ടില്ല, 4 ഇമാമുമാരും മൗലൂദ് ചൊല്ലിയിട്ടില്ല. ഒരാൾക്കും ഖിയാമത്ത് നാൾ വരെ തെളിയിക്കാനും കഴിയില്ല. കണ്ടോ, ഇത് വെറുതെ പറയണതല്ല. ഏറ്റവും പഴക്കമുള്ള മാലയാണ് മുഹിയുദ്ദീൻ മാല. ഏറ്റവും പഴക്കമുള്ള മാലയാണ് മുഹിയുദ്ദീൻ മാല. 2008 അതിന്റെ 400-ാം വാർഷികം ആഘോഷിച്ചത്. എന്താ കൃത്യമായിട്ട് ഓർമ്മ അറിയോ? അന്നേ ചങ്ങരകുളം സമ്മേളനം നടക്കുന്ന കാലത്ത് അവിടെ ഒരു ടെന്റ് ഉണ്ടായിരുന്നു വരെ 400-ാം വാർഷികത്തിന്റെ. അതുകൊണ്ടാ കണ്ടോ. അപ്പൊ പ്രിയമുള്ളവരെ, മുഹിയുദ്ദീൻ മാല അതുണ്ടാക്കിയതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണോ? സ്വഹാബത്താണോ? താബിഉകളാണോ? തബഉ താബിഉകളാണോ? അവരൊന്നുമല്ല പ്രിയമുള്ളവരെ. അതുണ്ടാക്കിയത് കോഴിക്കോട്ടുകാരനാണ് ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കണ്ടോ, ഇതെങ്ങനെ ഇസ്ലാമാകുന്നത്? അതിനുശേഷമാണ് ബാക്കിയുള്ള മഞ്ഞക്കുളം മാല മുഴുവൻ നൂലാമാലകളും. കണ്ടോ, ഏറ്റവും പഴക്കമുള്ള മാലയാണ്. അതിൻ്റെ അപ്പുറത്തെ ചരിത്രമേ ഉള്ളൂ ബാക്കിയുള്ള മാലകൾക്കൊക്കെ. അപ്പൊ സാധാരണക്കാരായ ആളുകളോട് ചോദിക്കട്ടെ, ഇതെങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇസ്ലാമാകുന്നത്? ഇതെങ്ങനെ ഇസ്ലാമാകുന്നത്? മാത്രമല്ല, ഇനി ഈ മാലകളിലൂടെ എന്താ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഈ മാലകളിലൂടെയും മൗലൂദുകളിലൂടെയും എന്താ പറയുന്നത്? മങ്കൂസ് മൗലൂദ് അല്ലേ? മങ്കൂസ് മൗലൂദ്. ഈ മൗലൂദും ഒരു പ്രവാചകനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതേയല്ല, പഠിപ്പിച്ചിട്ടുമില്ല. സഹാബത്ത് ഖൈറുന്നാസ് എന്ന് പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആർക്കും ഇത് പരിചയമല്ല. ഇതൊക്കെ പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ വന്നത് ഷിയാക്കളിൽ നിന്നാ പ്രിയമുള്ളവരെ, ഷിയാക്കളിൽ നിന്നാണ്. ഇതിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്ക്. ഷിയാക്കളാണ് ആദ്യം മൗലൂദും റാത്തീബും കുത്തുബിയത്തും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. മൗലൂദ് കൊണ്ടുവന്നവരാ. കുത്തുബിയത്ത് തമിഴ്നാട്ടുകാരനാണ്, മുഹിയുദ്ദീൻ മാല ഇവിടെയുള്ള കോഴിക്കോട്ടുകാരനാണ്. ഇത് വെറുതെ പറയണമെന്നല്ല. ഇനി നോക്കൂ നിങ്ങൾ, മങ്കൂസ് മൗലൂദിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടാണ്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കണ്ടോ, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അറ്റമില്ലാത്ത പാപത്തിന്റെ വാഹനത്തിൽ നബിയെ ഞാൻ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഞാൻ കുറേ പാപം ചെയ്തിട്ടുണ്ട്, കണക്കില്ലാത്തത് നബിയെ, കണക്കില്ലാത്ത പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയോടാണ് ഞാൻ അവലാതി ബോധിപ്പിക്കുന്നത്. സുബ്ഹാന മൗലൂദിൽ കാണാം, അൻത ഗഫാറുൽ ഖതായ വദ്ദുനൂബൽ മൂബിഖാതി അൻത സത്താറുൽ മസാവി വഹ്മുഖീലുൽ അസറാത്ത്. നബിയെ, താങ്കളാണ് വിനാശകരമായ പാപങ്ങൾ പൊറുക്കുന്നവൻ, താങ്കളാണ് ദോഷങ്ങൾ മൂടിവെക്കുന്നവൻ. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പ്രിയമുള്ളവരെ, ഒന്നും രണ്ടുമല്ല, ധാരാളക്കണക്കിന് വരികളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ജനങ്ങളോട് പഠിപ്പിച്ചത്? യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടത് അല്ലാഹുവിലേക്കാണ്. എന്നോടല്ല നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി തേടേണ്ടത്, എന്നോടല്ല നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടത് റബ്ബിനോടാണ്. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ, ഞാൻ ഒരു ദിവസത്തിൽ 100-ലധികം തവണ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട്. ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ആ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ മൗലൂദ് കിതാബിലൂടെ തേടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ,
ആ പ്രവാചകൻ തേടിയ റബ്ബാരാണോ, ആ പ്രവാചകൻ ഏത് റബ്ബിനോടാണോ ഇസ്തിഗ്ഫാർ ചോദിച്ചത്, റബ്ബിനോടാണോ ആ പ്രവാചകൻ ദുആ ചെയ്തത്, ആ റബ്ബിനോട് തേടണമെന്നാണ് മുജാഹിദുകൾ ജനങ്ങളോട് പറയുന്നത്. അതാ പറയണത്, അല്ല ഏതെങ്കിലും സൃഷ്ടികളോട് തേടണമെന്നല്ല. ഇനിയോ മങ്കൂസ് മൊഴിതിൽ കാണാം, യാ സയ്യിദസ് സാദാത്തി ജഅ്തൂക ഖസിദാ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദീ. നേതാക്കന്മാരുടെ നേതാവായ നബിയെ, അങ്ങയെ ലക്ഷ്യമാക്കി ഞാനിതാ അങ്ങയെ മുന്നിട്ട് കൊണ്ടാണ് വന്നിട്ടുള്ളത്. അങ്ങയിൽ നിന്നുള്ള രക്ഷ ഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അതിനാൽ എൻ്റെ ലക്ഷ്യം നീ പരാജയപ്പെടുത്തല്ല നബിയേ. കണ്ടോ എന്താ പറയണത്? യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫി അദീ. കണ്ടോ, പടച്ച റബ്ബേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ രക്ഷ നൽകടേ. എന്നിട്ട് എന്താ പറയുന്നത്? മുൻജിൽ ഖലായിഖി, സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്നവനായ പ്രവാചകൻ, മിൻ ജഹന്നം, നരകത്തിൽ നിന്ന്, ഫീ ഗദി, നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പ്രവാചകരെ, ആ പ്രവാചകന് നീ രക്ഷ നൽകടേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ നരകത്തുനിന്ന്? കഴിയോ പ്രിയമുള്ളവരെ? ഇത് ചൊല്ലുന്ന സാധാരണക്കാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ സബീന കിതാബ് കൊണ്ടുപോകുക, എന്നിട്ട് മുസ്ലിയാക്കന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി എന്ന അർത്ഥം വെപ്പിക്കുങ്ങൾ. അതിന്റെ അർത്ഥം പറയാൻ പറ. അപ്പറിയാ ഇതിലുള്ള ശിർക്കും കുഫറും കള്ളക്കഥകളും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് പറയാണ് അല്ലേ, സ്വന്തം മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് എന്താ പറഞ്ഞത്? യാ ഫാത്തിമ ഖിത്അതു കബദി, എൻ്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, നിന്റെ പിതാവിനോട് ദുനിയാവിൽ ആവശ്യമുള്ളത് ചോദിച്ചോളൂ മോളെ. ഒരുപക്ഷേ നിനക്ക് നൽകാൻ എനിക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ നാളെ പരലോകത്ത് നിന്റെ പിതാവ് നിസ്സഹായനാണ് മോളെ. അൻഖിദി നഫ്സകി മിനന്നാർ, നാളെ പരലോകത്ത് നിന്റെ ശരീരത്തെ നീ സ്വയം രക്ഷപ്പെടുത്തിക്കോ മോളെ. കണ്ടോ, മകളോട് പറഞ്ഞെടുക്കുക, നീ സ്വയം നിന്റെ ശരീരത്തെ നരകത്തിന് രക്ഷപ്പെടുത്തിക്കോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളോ പ്രവാചകനോട് തേടുകയാണ്, പ്രവാചകരെ ഞങ്ങളെ നരകത്തെ രക്ഷപ്പെടുത്തണേ എന്ന്. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം. ഇനി നിങ്ങൾ ആലോചിക്കും, 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ കടന്നു വന്നു അല്ലേ? എത്രയോ പ്രവാചകന്മാരുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. ഈ പ്രാർത്ഥന ഏതെങ്കിലും ഒരു പ്രവാചകൻ മുൻകഴിഞ്ഞ പ്രവാചകനോട് തേടിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഉണ്ടോ? അല്ലേ? സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ജീവിച്ചിരിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അവരുണ്ടായിട്ടുണ്ട്. ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടിയിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നമ്മോട് ഇബാദത്ത് എടുക്കുന്നതിൽ ആരാണോ അഹങ്കാരം കാണിക്കുന്നത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നിന്യനായി നരകത്തിൽ അകപ്പെടുന്നതാണ്. കണ്ടോ, പ്രാർത്ഥന റബ്ബിനോട് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി കൊടുക്കണം. എപ്പോഴറിയോ? ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക, അദ്ദുആഉ ഹുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. എന്നിട്ടാ ഈ ആയത്ത് ഓതി കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, ആരോടാണ് മുസ്ലിം സമുദായം തേടിക്കൊണ്ടിരിക്കുന്നത്? ആരോടാണ്? അല്ലേ, മുഹ്യിദ്ദീൻ ശൈഖ് മഴ പെയ്യിക്കുന്ന ആരാ? മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത് അല്ലാഹ് എന്നാണ് അല്ലേ? ആരാണ് നിങ്ങൾക്ക് വാനലോകത്തുനിന്ന് മഴ ഇറക്കി തരുന്നത് എന്ന് അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന 1-ാം നമ്പർ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവിടെ മറുപടി എന്താ? ലാത്തേണ് എന്നല്ല, ഉസ്സേണ് എന്നല്ല, ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് എന്നാ അവർ മറുപടി പറഞ്ഞത്. എന്നാലോ കുത്തുബിയത്തിൽ എന്താ? യാ കുത്തുബ അഹ്ലിസ് സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈല ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ, ആകാശലോകത്തുള്ളവർക്കും ഭൂമി ലോകത്തുള്ളവർക്കും ഉപകാരപ്രദമായ മഴയും അരുവിയും ഒഴുക്കുന്ന മഹാനേ. ഇതൊന്നും ഞങ്ങളുടെ അർത്ഥം വെക്കലല്ല, അതിൻ്റെയൊക്കെ പരിഭാഷട്ടും കേട്ടോ സുഹൃത്തുക്കളെ. ആകാശലോകത്തുള്ളവർക്കും ഭൂമി ലോകത്തുള്ളവർക്കും ഉപകാരപ്രദമായ മഴയും അരുവിയും ഒഴുക്കുന്നത് മുഹ്യിദ്ദീൻ ശൈഖാണോ? അല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, മുഹ്യിദ്ദീൻ ശൈഖിനെ കുറ്റം പറയാൻ അല്ല. മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ
മഹാനായ വ്യക്തിത്വമാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇജ്അൽ ഖൽബക മസ്ജിദാ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ പള്ളികളാക്കണം. മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞതാ, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ പള്ളികളാക്കണം. വലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാന്റെ കൂടെ നിങ്ങൾ ഒരാളോടും ദുആ ചെയ്യണ്ട. അല്ലേ? മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്, അള്ളാന്റെ കൂടെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യണ്ട, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ പള്ളികളാക്കണം. എന്നിട്ട് അദ്ദേഹം ആയത്തോതുകയാണ്, കമാ ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. കേട്ടോ, ആ പള്ളികൾ അള്ളാന്റെ കൂടെ മറ്റുള്ളവരോട് നിങ്ങൾ ദുആ ചെയ്തുകൂടാ. എന്നാലോ ഇത് പറഞ്ഞ മുഹ്യിദ്ദീൻ ശൈഖിനോട് തേടാനാണ് കുത്തുബിയത്ത് പഠിപ്പിച്ചത്. വമൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സുറുമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിആ മിൻ അജ്ലി ദഅവതിഹി ഫല്യദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹ്യിദ്ദീനി. അമൻ യുനാദിസ്മി, ആരെങ്കിലും എൻ്റെ പേര് വിളിച്ചാൽ. കേട്ടോ, കുത്തുബിയത്ത് ഇപ്പൊ വേണ്ടത്രണ്ട് ക്ലിക്കായിട്ടതില്ല എല്ലായിടത്തും. പണ്ടൊക്കെ ഗൾഫ് പോകുമ്പോൾ ഗൾഫിൽ നിന്ന് വന്നാല് അല്ലേ, പെണ്ണിന് പള്ളയിലുണ്ടായിട്ട് കൊണ്ടുപോകുമ്പോ അല്ലേ, അപ്പോഴൊക്കെ ചൊല്ലിയെന്നാണ് ഈ കുത്തുബിയത്ത്. ആ കുത്തുബിയത്തിലെ വരികൾ എന്താ പ്രിയമുള്ളവരെ? ഇത് മുഹ്യിദ്ദീൻ ശൈഖ് പഠിപ്പിച്ചതല്ല, ഇത് തമിഴ്നാട്ടുകാർ എഴുതി ഉണ്ടാക്കിയതാണ്. മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞെന്താ? അള്ളാനോട് തേടണം. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞ് 4-5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പ്രിയമുള്ളവരെ ഈ കുത്തുബിയത്ത് ഉണ്ടാക്കുന്നത്. കേട്ടോ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കിയതല്ല. അദ്ദേഹം ജനിച്ച് മരിച്ച് 4-5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഈ കുത്തുബിയത്ത് ഉണ്ടാക്കുന്നത്. ഈ കുത്തുബിയത്തിലൂടെ എന്താ പറയണത്? മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാനാണ്. മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞതാണ് നമ്മൾ കേൾക്കേണ്ടത്. അതല്ല മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരില് തമിഴ്നാട്ടുകാരുണ്ടായതാണോ കേൾക്കേണ്ടത്? തമിഴ്നാട്ടുകാരുണ്ടാക്കിയതാണോ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്? ഏതാ പ്രിയമുള്ളവർ നമ്മൾ ചെയ്യേണ്ടത്? മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് എന്താ? അള്ളാനോട് മാത്രം തേടണം. അള്ളാന്റെ കൂടെ മറ്റുള്ളവരോട് നിങ്ങൾ തേടിക്കൂടാ. ഇത് പഠിപ്പിച്ച മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് എന്ന കുത്തുബിയത്തിൽ പറയണെന്താ? വമൻ യുനാദിസ്മി അൽഫൻ ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സുർമൻ ലിഅഫ്വതിഹി, വല്ലവനും ഏകാന്ത സമയത്ത് ദൃഢനിശ്ചയത്തോടുകൂടി ഉണർവോടുകൂടി എന്റെ പേര് 1000 തവണ വിളിച്ചാൽ അജബ്തുഹു മുസ്രിആ, അവന് നാം വേഗത്തിൽ ഉത്തരം ചെയ്യുന്നതാണ്. കണ്ടോ, കുത്തുബിയത്തിൽ പറയാൻ. അതുകൊണ്ടാണ് പണ്ട് മൂല്യാക്കന്മാരിങ്ങനെ യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് മുഹയ്യിദ്ദീൻ, എന്നിട്ട് അതിങ്ങനെ അരം കൂടിയിട്ട് അവസാനം യാ ശൈഖ് ഇങ്ങനെ പറയാൻ തുടങ്ങും. അല്ലേ? അതൊക്കെ കുറച്ച് വയസ്സായിരിക്കേ പറയുള്ളൂ, ഇപ്പോഴുള്ളവർക്കൊന്നും അറിഞ്ഞോളണം എന്നില്ല. ചില സ്ഥലങ്ങളിൽ പ്രിയമുള്ളവരെ മുന്നിലൊരു പലകയിൽ അരിപ്പൊടിയും വെക്കും. എന്നിട്ട് മുഹ്യിദ്ദീൻ ശൈഖ് അവിടെ ഹാലിറായി എന്ന് തോന്നാൻ അതിലൊരു കാലടിപ്പാട് കാണുന്നതാണ്. കാരണം വിളക്കൂതിയിട്ടാണ്, ഏകാന്ത സമയത്ത് നടത്തണം എന്നാണ്, ഖൽവത്തിൽ വേണമെന്ന് വിളിക്കാൻ. കണ്ടോ, അപ്പൊ 10 മൗലവിമാര് വന്നിട്ട് എന്ത് ചെയ്യും? വിളക്കടൂതും. അപ്പൊ എല്ലാവരും ഒറ്റക്കൊറ്റക്കായി. കണ്ടോ, ചതിയിൽ വഞ്ചനയാണ്, നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ചൊല്ലിയാണിത്. എന്നിട്ടോ അതിലൊരു കാലടിപ്പാട് കാണും. അപ്പൊ പറയുതാ ശൈഖ് ഹാലിറായി. ആ കാലടിപ്പാടിന്റെ പ്രത്യേകത എന്താ അറിയോ? ഏതെങ്കിലും ഒരു മൗലിയാരെ കാലടിപ്പാടായിരിക്കും അത്. എന്നിട്ട് ചൊല്ലിയാണ്. സുഹൃത്തുക്കളെ, ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാതെ മുഹ്യിദ്ദീൻ ശൈഖിനോട് എതിർപ്പുണ്ടായിട്ടല്ല. ഞങ്ങൾ പറയുന്നത് മുഹ്യിദ്ദീൻ ശൈഖ് പഠിപ്പിച്ച ആദർശം അത് സ്വീകരിക്കണം എന്നാ പഠിപ്പിക്കുന്നത്. ഇനി മാത്രമല്ല പ്രിയമുള്ളവരെ, അതിൽ പ്രാർത്ഥിക്കണം എന്താ? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതകഹു വഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലലാ ഫീഹാ മഹാലികുഹു സുൽത്താനി കുല്ലി വലി മുഹയ്യിദ്ദീനി. എന്താ ഇതിലൂടെ പറയണത്? യാ സയ്യിദി സനദി, ഞങ്ങളുടെ യജമാനനെ, ഞങ്ങളുടെ അവലംബമേ, ഗൗസി ഞങ്ങളുടെ രക്ഷകനെ, വയാ മദദി ഞങ്ങളുടെ സഹായമേ,
കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി, ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണേ ശൈഖേ. ബസ്സിർ ഫുആദി, എൻ്റെ ഹൃദയത്തിന് നീ വെളിച്ചം നൽകണേ, എൻ്റെ ഹൃദയ മനസ്സിൽ നീ തോന്നിക്കണേ. എന്ത്? സിറാത്തൻ, ഒരു മാർഗത്തിലേക്ക് എൻ്റെ ഹൃദയത്തിന് നീ വെളിച്ചം നൽകണേ. അൻത സാലിക്കുഹു ശൈഖേ, അങ്ങ് പ്രവേശിച്ച മാർഗമാണത്. ഫല്ലാഹു അഅതകഹു, ആ മാർഗം താങ്കൾക്ക് അല്ലാഹു നൽകിയതാണ്. ഫഅൻത മാലിക്കുഹു, അങ്ങാണ് ആ നേർമാർഗത്തിന്റെ ഉടമ. ഇത് നിങ്ങൾ അടിവരട്ട് കൊണ്ട് മനസ്സിലാക്കണം. മുഹ്യിദ്ദീൻ ശൈഖേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ എന്നായി ചോദിക്കണത്. അങ്ങ് പ്രവേശിച്ച ഹിദായത്തിലേക്ക് ഞങ്ങൾക്ക് വെളിച്ചം കാണിക്കണേ. ആ ഹിദായത്തിന്റെ ഉടമ താങ്കളാണ്. അതുകൊണ്ട് ആ മംഗലാപുരത്ത് വെച്ചുകൊണ്ട് ആവർത്തിച്ച് ചോദിച്ചു മുഹ്യിദ്ദീൻ ശൈഖേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റുന്നാറത് ഖാലിക്കാണെന്നുള്ള വിശ്വാസം ഉണ്ടാകാതിരുന്നാ മതി. പച്ച ശിർക്ക് ഈ പുരോഹിതന്മാർ മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം. എന്നിട്ട് മുഹ്യിദ്ദീൻ ശൈഖിനോട് തേടാൻ അദ്ദേഹം പഠിപ്പിക്കാത്ത ആദർശം. എന്നിട്ടോ ഇതൊക്കെ പറയുമ്പോ അവര് പറയും, കണ്ടോ, ഔലിയാക്കളോട് സ്നേഹമല്ല, ഔലിയാക്കളോട് ഇഷ്ടമല്ല, ഔലിയാക്കളെ കുറ്റം പറയാണ്. സുഹൃത്തുക്കളെ, ഈ ശബ്ദം കേട്ട ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകന് അവരെ കുറ്റം പറയാണെന്ന് മനസ്സിലായോ? ഞാനിവിടെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആദർശം പറഞ്ഞു. അദ്ദേഹം അല്ലാഹനെ മാത്രം ആരാധിക്കണം. ഒരു തവണയല്ല, പല ഇബാറത്തുകളുമുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കാത്തതാണ്. അല്ലാഹനെ മാത്രം വിളിച്ചു തേടണമെന്ന് പഠിപ്പിച്ച മഹാനായ പണ്ഡിതനാണ് മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്തുണ്ടാക്കിയ കുത്തുബിയ്യത്തിൽ അദ്ദേഹത്തോട് തേടാനാ പറയുന്നത്. ഇനി മുഹ്യിദ്ദീൻ മാലയില് നിങ്ങൾ ആലോചിക്കണം, സാധാരണക്കാരാലോചിക്കണം. ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്ന, വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന, പടച്ച റബ്ബിന്റെ മുന്നിൽ പച്ച മനുഷ്യനായിക്കൊണ്ട് നിൽക്കേണ്ടി വരുമെന്ന് ബോധമുള്ള ഓരോ മുസ്ലിമും ചിന്തിക്കണം. നാളെ പരലോകത്തെ റബ്ബിന്റെ കോടതിയിൽ ചെന്നാൽ പ്രിയമുള്ളവരെ രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത വൻ പാപവുമായി കൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തപ്പെട്ടാൽ, അതുകൊണ്ടാണ് ശിർക്കിനെ കുറിച്ച് ഗൗരവമായി മുജാഹിദുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ മാലയിൽ കാണാം, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. മുഹ്യിദ്ദീൻ മാലയിലെ വരികളാണ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ ഹൃദയം കാണാൻ ശൈഖിന് കഴിയുമെന്നാ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയോ? ഹൃദയത്തേക്ക് നോക്കാർക്കാ കഴിയാ? പടച്ചോന് മാത്രാണ്, അള്ളാഹുവിന് മാത്രമാണ്. ലേ വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കവലെന്നോവർ. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എല്ലാം ഓവറായ വർത്താനാണ്. എന്നെ പിടിച്ചോര് പിന്നെ പേടിക്കണ്ട, കേട്ടോ, എന്നെ പിടിച്ചോര് പേടിക്കണ്ട. കാരണം എന്ത് ചെയ്യും? ഞാൻ രക്ഷപ്പെടുത്തുന്ന. അതുകൊണ്ടാ മുഹ്യിദ്ദീൻ ശൈഖ് മുരീദിന്റെ ജനാസ റൂഹിനെ കൊണ്ടുപോകുമ്പോ കൊട്ട തട്ടിയത്, കേട്ടോ, മൂപ്പ രക്ഷപ്പെടുത്തുന്നാണ്. മാത്രല്ല മുരീദുകൾ നല്ലവരല്ലെങ്കിൽ ശൈഖ് നല്ലവനാണ്. എന്തെല്ലാം കഥകളാ പ്രിയമുള്ളവരെ, അല്ലേ? എന്തെല്ലാം കഥകളാണ് കറാമത്തിന്റെ പേരിൽ ഈ മുസ്ലിം സമൂഹത്തിൽ പുതിയതായി എത്രയെത്ര കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോരുത്തരുടെ കറാമത്ത് കേട്ടാൽ, ഇപ്പൊ CM-ന്റെ കറാമത്ത്, ഇതിനൊക്കെ നമ്മൾ പറയുമ്പോൾ സുഹൃത്തുക്കൾ എന്താ പറയുക? ഔലിയാക്കളില്ല അവർക്ക് എന്നാരാ? അമ്പിയാക്കളോട് ഔലിയാക്കളോട് സ്നേഹമില്ലാത്തവരാണ് എന്നാ. എന്നാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് ഔലിയാക്കളുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അറിയണം നിങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർ ഈമാനുള്ളവരാണ്, മുത്തഖീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അവർ ഈമാനുള്ളവരാണ്, മുത്തഖീങ്ങളാണ്.
നമസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, ശരീഅത്ത് ജീവിതത്തിൽ പകർത്തിയവരാണ്. ഈ ഔലിയാക്കളിലെ ഒന്നാമത്തെ വലിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ആ സഹാബത്ത് മുഴുവൻ ഔലിയാക്കളാണ്. അവരാരും നമസ്കരിക്കാതിരുന്നിട്ടില്ല. അവരാരും എനിക്ക് 40 തടിയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ജാറങ്ങൾ എവിടെയും കെട്ടിപ്പൊക്കിയിട്ടില്ല. അവരുടെ വീടിന്റെ മുന്നിൽ ആളുകൾ ക്യൂ നിന്നിട്ടില്ല. അവരുടെ മുന്നിൽ ആരും പച്ചക്കൊടി കെട്ടിയിട്ടില്ല. അവിടെ ആരും ഉറൂസ് നടത്തിയിട്ടില്ല. ആ ഔലിയാക്കളുടെ ഖബറുകൾക്ക് മുന്നിൽ ജാറം മൂടിയിട്ടില്ല. അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള തിരികൾ കത്തിച്ചിട്ടില്ല, നിലവിളക്ക് കത്തിച്ചിട്ടില്ല. അവിടെയൊന്നും ആനവരവുണ്ടായിട്ടില്ല, പെട്ടിവരവുണ്ടായിട്ടില്ല, വെടിക്കെട്ടുണ്ടായിട്ടില്ല, മുച്ചീട്ടുകളി ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മുടെ നാടുകളിൽ ഔലിയാക്കൾ എന്ന് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഖബറുകൾക്ക് മുന്നിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതൊന്നും ആ സ്വഹാബത്ത് അവർ ഔലിയാക്കളല്ലേ, അവരുടെ ഖബറിന്റെ അടുത്ത് നടന്നിട്ടില്ല. അതേ പ്രിയമുള്ളവരെ, ആ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടായിട്ടില്ലേ? നോക്കൂ നിങ്ങൾ, നല്ല കൂരിരുട്ടുള്ള ദിവസം 2 സഹാബിമാര് നടന്നു പോവുകയാണ്. നല്ല കൂരിരുട്ടുള്ള ദിവസമാണ്. മുന്നിൽ അവർക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. അവരുടെ മുന്നിൽ അതാ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുന്നു. ആ പ്രകാശം നൽകുന്ന വെളിച്ചത്തിൽ ആ 2 സ്വഹാബിമാര് അവർ വീടുകളിലേക്ക് നടന്നു പോവുകയാണ്. ആ സഹാബിമാർ രണ്ടുപേരുടെയും വീട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ ആ പ്രകാശം 2ആയി മാറിക്കൊണ്ടതാ അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ വീട്ടിലെത്തുകയാണ്. എന്നാൽ അടുത്ത ദിവസം ആ 2 സഹാബിമാർ വന്ന് ടോർച്ച് കച്ചവടം നടത്തിയിട്ടില്ല, വെളിച്ച കച്ചവടം നടത്തിയിട്ടില്ല. ഇനി വെളിച്ചമില്ലാത്ത ഏതെങ്കിലും സഹാബിമാരുണ്ടോ? ഞങ്ങൾക്ക് വെളിച്ചമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ പ്രിയമുള്ളവരെ? ഔലിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടതാ പ്രിയമുള്ളവരെ, സ്വബോധമില്ലാത്ത പലരെയും ഔലിയാക്കളായി ചിത്രീകരിക്കുകയാണ്, അല്ലേ? ഊരും പേരും അറിയാത്തവരാണ്, ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യർ നിറഞ്ഞുള്ള നാട്. അതെ, വെളിയങ്കോട്ടും അലി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരും അറിയാത്ത മൊനമ്പത്ത് ബീവിയുടെ കറാമത്താണ്, ഊരും പേരും അറിയാത്ത ആളാണ്. അങ്ങനെ ഒരു വലിയുണ്ടോ ഇസ്ലാമിൽ? ഊരറിയാത്ത, നാടറിയാത്ത, പേരറിയാത്ത ഒരു വലിയ ഇസ്ലാമിലുണ്ടോ? ഓരോ മുസ്ലിമും ചിന്തിക്കുക. അപ്പൊ ഡ്യൂപ്ലിക്കറ്റുകളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഔലിയാക്കളുണ്ട്, ഇസ്ലാം ഔലിയാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, കറാമത്ത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ആ കറാമത്ത് ആളുകളുടെ കഴിവല്ല, കറാമത്ത് കാണിക്കുന്നവരുടെ കഴിവല്ല. പടച്ച റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവരിലൂടെ പ്രകടമാക്കുന്നതാണ്. അല്ലാഹ് ഉദ്ദേശിക്കുമ്പോഴാണ് അത് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്? ഷർത്തുൽ വിലായ, വിലായത്തിന്റെ ഷർത്ത് എന്ന് പറയുന്നത് ഒരാൾ വലിയാണ് എന്നതിന്റെ ഷർത്ത് എന്താണ്? കിത്മാനുൽ കറാമ, കറാമത്ത് മറച്ചു വെക്കണമെന്നാണ്. കറാമത്ത് മറച്ചു വെക്കണമെന്നാ. നമ്മുടെ നാട്ടിൽ എന്താ അറിയോ? കിടന്നുറങ്ങുക, സ്വപ്നം കാണുക, പിറ്റേ ദിവസം മൈ കെട്ടി പറയാ, അല്ലേ? ഒരു മുസ്ലിയാരുണ്ടായിരുന്നു, മൂപ്പര് ഉറങ്ങിയ സ്വപ്നം കാണും. അവസാനം കമ്മിറ്റി അവർക്ക് കത്ത് കൊടുത്തു എന്ന് പറഞ്ഞത്, നിങ്ങൾ ഇനി മേലിൽ സ്വപ്നം കാണരുത് എന്ന്. അല്ലറ ചില്ലറ സ്വപ്നമൊന്നുമല്ല. ലൗഹുൽ മഹ്ഫൂദൊക്കെ സ്വപ്നം കാണുന്നത്, സ്വർഗത്തേക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കണ സ്വപ്നം കാണുന്നത്, അല്ലേ? ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന CM, അല്ലേ? CM അങ്ങ് ഉറങ്ങിപ്പോയാൽ ഇവിടെ വാഹനങ്ങളും ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിമുട്ടുന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവർ, ആരാ ഈ CM അറിയോ? സ്വബോധമില്ലാത്തതാണ്, ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. മൂപ്പർക്ക് എന്തും ചെയ്യാ. കാരണം എന്താ? മൂപ്പർക്ക് ശരീഅത്ത് ബാധകല്ല. അതുകൊണ്ടാണ് മൂപ്പര് നിസ്കരിക്കൂല, നോമ്പെടുക്കൂല. ഇവരെന്നെ പറഞ്ഞത്, CM നിസ്കരിക്കൂല, നോമ്പെടുക്കൂല. നോമ്പെടുക്കൂല എന്ന് മാത്രല്ല, നോമ്പെടുത്തവന്റെ നോമ്പ് മുറിപ്പിക്കും. ഇതാണ് വലിയ. നോമ്പെടുക്കണ മനുഷ്യന്റെ നോമ്പ് മുറിപ്പിക്കുന്നവനാണ് വലിയ. അവസാനം എന്തു പറഞ്ഞറിയോ?
CM ആണ് റബ്ബ്. അല്ലേ, CM ആണ് റബ്ബ്. CM-ന്റെ കറാമത്ത് ഇങ്ങനെ ഓരോ കാഫിലക്കാരനൊക്കെ ദിനേന പറയുന്നു. അല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് കൈ പിടിച്ചുകൊണ്ടിരിക, അതുപോലെ തന്നെ ജയിലിൽ നിന്ന് കൈ പിടിച്ചുകൊണ്ടിരിക. പാച്ചങ്ങായി കാഫിലക്കാരൻ മൂപ്പര് ജയിലിലായി എന്നാ കേട്ടത്. മൂപ്പര് CM കൊടുന്നോന്നീ അറിയില്ല. ഏയ്, ഇത് കഥയിലൊന്നും ചോദ്യമല്ല. ഇങ്ങനെയുള്ള മായാവി കഥകൾ വിശ്വസിച്ചാൽ ഓലാണ്. അല്ലേ, 22 കാരറ്റ് സുന്നി. ഇത് സുന്നിയല്ല സുഹൃത്തുക്കളെ, ചെന്നിയാണ്. നിങ്ങൾ ആലോചിക്കണം. ഇത്തരം മൗലിയാക്കള് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ അടുത്തിവിടെ ഒരു ജാറുണ്ടായി. എങ്ങനെ ഈ ജാറുണ്ടാകണത്? അല്ലേ, ഒരു മാനസിക രോഗമുള്ള ഒരു മനുഷ്യന് കോഴിക്കോട് മാണിക്കോത്തുള്ള ഒരു അഹമ്മദ് ക എന്ന് പറയുന്ന മാനസിക സ്ഥിരതയില്ലാത്ത വ്യക്തിയാണ്. ഇത് വെറുതെ പറയണതല്ല. അല്ലേ, എപ്പോഴും ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കോഴിക്കോട് ജില്ലയിലുള്ള മാണിക്കോത്തുള്ള ആളാണ്. ഇയാളെ പനമരത്തുള്ള ഉമ്മർ എന്ന വ്യക്തി എന്ത് ചെയ്തു? വയനാട്ടിൽ കൊണ്ടുപോയി. ഇത് സമസ്ത സർക്കുലർ ഇറക്കിയതാണ്. നിങ്ങൾക്ക് എതിർക്കാൻ കഴിയില്ല. ഞങ്ങളെടുത്തുണ്ട സാധനം കണ്ടോ. കോഴിക്കോട്ട് മാണിക്കോത്തുള്ള ചുരുട്ട് വലിച്ചു നടക്കുന്ന സ്ഥിരബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ പനമരത്തുള്ള ഉമ്മർ എന്ന് പറയുന്ന വ്യക്തി അതാ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിനെ വയനാട്ടിൽ വെച്ച് അയാൾ മരിക്കാണ്. അയാളെ വീട്ടിൽ അവിടെ കബർ കെട്ടിപ്പൊക്കുകയാണ്. അയാളെ കബറടക്കിയിട്ട് കണ്ടോ. ഇയാളെ കുറിച്ച് CM എന്താ അത്ര പറഞ്ഞറിയോ? ഇയാൾ ഔലിയാക്കളുടെ CID ആണ്. CID ആണ്. എന്നിട്ടോ 1-ാം കൊല്ലത്തെ ഉറൂസ് കഴിഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ അടുത്ത് നടന്ന സംഭവ. 1-ാം കൊല്ലത്തെ ഉറൂസ് കഴിഞ്ഞു. അല്ലേ, എങ്ങനെയാണ് ജാറുണ്ടാകണത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. എങ്ങനെയാണ് ഒരു ജാറം പൊങ്ങണത്? പണ്ടൊക്കെ പറ ജാറം പൊങ്ങിന്നാ. പൊങ്ങലല്ല, അത് പൊക്കുകയാണ്. അല്ലേ, ഓരോ പള്ളിക്കും പണ്ടൊക്കെ വരുമാനം ഉണ്ടാക്കാൻ എന്താ നമ്മൾ ആലോചിക്കാറിയോ? പള്ളിക്ക് വരുമാനം ഉണ്ടാക്കുക എന്താണ് ഒരു സ്ഥിര വരുമാനത്തുള്ള മാർഗം? വല്ല ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുക ചെയ്യുക. ഇപ്പൊ എന്താ അറിയോ? ഏതെങ്കിലും വിവരമില്ലാത്ത, സ്ഥിരബുദ്ധി ഇല്ലാത്ത, കുളിക്കാത്ത, പല്ലേക്കാത്ത, റോഡ് സൈഡിൽ കൂടെ തെണ്ടി നടക്കുന്ന ഒരുത്തുണ്ടെങ്കിൽ ഓനെ കൂടെ കബറടക്കും. എന്നിട്ട് അതിന് കെട്ടിപ്പൊക്കും. എന്നിട്ട് ഏതെങ്കിലും മോലിയാരെ ഏൽപ്പിക്കും, നിങ്ങൾ മധു പാടിക്കോളിൻ. അതുപോലെ ഇയാളെ കുറിച്ച് മൗലൂദ് ഉണ്ടാക്കി. എന്താ മൗലൂദ്? തള്ളിക്കരയിൽ ഉദിത്തോരാം, പനമരമിൽ തെളിഞ്ഞോരാം, കുറുമ്പലയിൽ അണഞ്ഞോരാം, അഹമ്മദ് യാ വലിയുള്ളാഹ്. ഒരു വലിയായി. ചുരുട്ട് വലിച്ചു നടന്നിരുന്ന മനുഷ്യനെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വലിയായി. പാട്ടുപാടി മോലിയാരുണ്ടാക്കി. മോലിയന്മാർക്ക് പൈസ കൊടുത്താൽ എന്തും ചെയ്തു തരും. കണ്ടോ, തലേ കെട്ടുണ്ട്, വെളുത്തൊരു ഡ്രസ് ഉണ്ട് എന്നുള്ളൂ. ഉള്ളില് മുഴുവൻ കൂഫറും ശിർക്കും എല്ലാവിധ ഹറാമുമാണ്. നിങ്ങൾ ആലോചിക്കണം സുഹൃത്തുക്കളെ. ഒരു എഴുതി ഉണ്ടാക്കി ഇയാളെ കുറിച്ചിട്ട്. ഈ ചുരുട്ട് വലിച്ചു നടക്കുന്ന, നിസ്കരിക്കാത്ത, സ്ഥിരബുദ്ധിയില്ലാത്ത മനുഷ്യന്മാരാവല്ല ഔലിയാക്കള്. ഇസ്ലാമിൽ ഔലിയാക്കൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഇസ്ലാമിൽ ഔലിയാക്കൾക്ക് നിസ്കരിക്കാത്തവരല്ല, നോമ്പെടുക്കാത്തവരല്ല, മരിച്ചവർ നമസ്കരിച്ചവരാണ്, നോമ്പെടുത്തവരാണ്, അള്ളാന്റെ ശരീഅത്ത് ജീവിതത്തിൽ പകർത്തിയവരാണ്. പിന്നെ ഇയാളെ കുറിച്ച് അള്ളാഹുവിൽ ഇയാൾ ലയിച്ചു. ഇയാളെ പാടി പാടി പുകഴ്ത്താണ്. അഹദോനെ അറിഞ്ഞോരാം, ഹബീബോരിൽ അടുത്തോരാം, അലം ആദും മശൂറാം, അഹമ്മദ് യാ വലിയുള്ളാഹ്. ഓൻ അള്ളാഹുവിലേക്ക് അയാൾ എടുത്തു കേട്ടോ. പിന്നെ ആലം മുഴുവൻ മൂപ്പര് മഷൂറായി എന്നുവെച്ചാൽ ഈ വയനാടും കോഴിക്കോടൊക്കെ ഉള്ള ആളുകൾക്ക്. എന്നിട്ടോ അയാള് വിലായത്തിന്റെ കൊടിനാട്ടി കണ്ടോ, ഹിദായത്തിന്റെ വഴികാട്ടി അയാള് വിളി പാടിയതാണ്. ഇവിടെ അവസാനം എന്തായി അറിയോ നിങ്ങൾക്ക്? അവസാനം പ്രിയമുള്ളവരെ, തളീക്കരയിലുള്ള മഹല്ല് കമ്മിറ്റി പ്രസ്താവന ഇറക്കി. ഈ ഉറൂസ് കഴിച്ചതിന് ഉമ്മർ മാപ്പ് പറയണം കേട്ടോ. എന്തേ കാരണം എന്നറിയോ? മൂപ്പരിക്കും പറ്റിയ ആളൊക്കെ തന്നെ, അവർക്കും പറ്റിയ ആൾക്കാരനെ വരും. പക്ഷേ ഇതിന്റെ വരുമാനം ഉമ്മർക്കാക്ക് മാത്രമാണ് കിട്ടിയത്, പള്ളി കിട്ടിയില്ല. അപ്പൊ ഓരെന്ത് പറഞ്ഞു? ഇത് ഇയാളുടെ മേൽ ഉറൂസ് കഴിച്ചതിന് ഉമ്മർക്ക് മാപ്പ് പറയണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സർക്കുലർ ഇറക്കി. ഇയാള് വലിയല്ല. ആര്? ഈ പറയുന്ന അഹമ്മദ് ക വലിയല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ശരി, നിങ്ങളിപ്പോ ഈ കേരളത്തില് കൊണ്ടെടുക്കണ കുറെ ആൾക്കാർ, ഇവരൊക്കെ വലിയാണുള്ളത്. എന്താ തെളിവ്? 99% സ്ഥിരബുദ്ധി ഇല്ലാത്തവരാണ്. ഇത് വെറുതെ പറയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചില സ്ഥലത്ത് എന്താ അറിയോ? ചില സ്ഥലത്ത് അവയവങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് മുട്ടും തല മക്കാമ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുട്ടും തലയുള്ളവിടെ. ഒരാളെ പേരിൽ തന്നെ ഒന്നിലധികം മക്ബറുണ്ട്. ഇതൊന്നും വെറുതെ പറയല്ല. ഒരാളുടെ പേരിൽ തന്നെ ഒന്നിലധികം മക്ബറുണ്ട്. അല്ലേ?
നമുക്ക് തിരൂരിൽ കാണാം. തിരൂരിലെ അവിടെ ഒരാളുടെ പേരിൽ തന്നെ പുതിയങ്ങാടിയിൽ യാഹൂ തങ്ങളുടെ 2 ജാറാണ്. 2 ജാറും തിരുത്തൊന്ന് വെറുതെ പറയണം. നിങ്ങൾ തിരൂര് പോയോക്കി. തിരൂര് പുതിയങ്ങാടിയിൽ 2 കിലോമീറ്റർ വിട്ടിട്ട് 2 ജാറാണ് യാഹൂ തങ്ങളുടെ ജാറം. ഇസ്ലാമിൽ എന്ത് ജാറം? ഇസ്ലാമിൽ ഖബർ കെട്ടിപ്പൊക്കാൻ പാടുണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലോകത്തോട് വിട പറയാൻ കാരണമായ രോഗബാധിതനായി കിടക്കുമ്പോ ബോധം വരുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞ സംസാരം എന്താണ്? ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദാ, അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കി. കണ്ടോ, അവർ അമ്പിയാക്കളുടെ ഖബറാ സുജൂദ് ചെയ്തത്. ഇവിടെ ഊരും പേര് അറിയാത്തവന്റെ ഖബറിൽ പോയി അവിടെ തൊട്ടുമുത്തുന്നു, നക്കുന്നു, സുജൂദ് ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു, കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. അല്ലേ? ഇസ്ലാം പഠിപ്പിച്ച ഒരു ചാണിലധികം ഖബർ ഉയർത്താൻ പാടില്ല എന്നാ. ഒരു ചാണിലധികം ഖബറാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഒരു ചാൺ ഉയർത്തണത്. അതിന്റെ അധികം ഖബർ ഉയർത്താൻ പാടില്ല. അതാ ഇസ്ലാം പഠിപ്പിച്ചത്, അതാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതാരുടെ സ്വഭാവമാണ്? ജൂതന്റെ സ്വഭാവമാണ്. ഇങ്ങനെ പ്രിയമുള്ളവരെ, ഈ യാഹൂ തങ്ങൾ മരിച്ചപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, യാഹൂ തങ്ങൾ മരിച്ചപ്പോൾ 2 മഹല്ല് കമ്മിറ്റികൾ തമ്മിൽ തർക്കായി. 2 മഹല്ല് കമ്മിറ്റികൾ തമ്മിൽ തർപ്പായി. അങ്ങനെ എന്ത് ചെയ്തു? ഈ യാഹൂ തങ്ങൾ സ്വപ്നത്തിൽ, ഫുള്ള് സ്വപ്നാണ്. ഇവരുടെ പ്രത്യേകത എന്താ അറിയോ? ഫുള്ള് സ്വപ്നായിരിക്കും, എല്ലാം സ്വപ്നായിരിക്കും. അങ്ങനെ യാഹൂ തങ്ങൾ സ്വപ്നത്തിൽ വെച്ച് വന്നിട്ട് പറഞ്ഞു അത്രേ, നിങ്ങളെ 2 സ്ഥലത്ത് ഖബറുണ്ടാക്കിക്കോളിന്ന്. കണ്ടോ, 2 സ്ഥലത്തും നിങ്ങൾ എന്തോളും ഖബറുണ്ടായിക്കോ. ഒരു സ്ഥലത്ത് മറവ് ചെയ്താലും ഞാൻ മറ്റോടത്ത് വന്ന് പൊങ്ങുന്നു. ഈ കുളത്തിൽ ഇങ്ങനെ മുങ്ങി പൊങ്ങൂലേ, കൂളിട്ട് വരിക അല്ലേ? അതേപോലെ മൂപ്പര് ഇവിടെ ഉണ്ടാവും, കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. എവിടെയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇതൊക്കെ ആരാണ് സുഹൃത്തുക്കളെ പഠിപ്പിച്ചത്? ഇതൊന്നും വെറുതെ പറയണതല്ല. ഇങ്ങനെ ഈ സമുദായത്തെ ഇപ്പറയുന്ന അല്ലേ ഊരും പേരും അറിയാത്ത, അഡ്രസ് ഇല്ലാത്ത ആളുകളിലേക്ക് അവിടെ പോയി കരഞ്ഞു തേടാണ്. ഇങ്ങനെ 1, 2 ഒന്നല്ല, ധാരാളക്കണക്കിന്. എല്ലാം സാമ്പത്തിക ലാഭമാണ് അല്ലേ? എല്ലാം സാമ്പത്തിക ലാഭമാണ്. ഇനി നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, അല്ലേ? ചില മൂല്യന്മാര് ഇപ്പൊ എന്താ നിങ്ങൾക്ക് നെയിൽ നദിയിലെ വെള്ളം വിൽക്കുകയാണ്. മൂപ്പര് അതും വിൽക്കുകയാണ്, ഫുള്ള് കച്ചവടാൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വിൽക്കുകയാണ്. മേൻ ഉസ്താദ് അല്ലേ, മൂത്ത ഉസ്താദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് ബർക്കത്തുണ്ട്. പക്ഷേ അത് വിറ്റൊരു സഹാബിയുടെ പേര് പറയുന്നത്. ആ ബർക്കത്ത് വിറ്റ സഹാബിമാരെ നിങ്ങൾ ആലോചിക്കും പ്രിയമുള്ളവരെ, ഇത് ആരുടെ മുടിയാണ്? ഞങ്ങളല്ല, EK വിഭാഗം തന്നെ പറഞ്ഞിരുന്നു, ഏതോ ജാലിയൻ വാലയുടെ കയ്യിലുള്ള മുടിയാണ്. 1, 2 ഒന്നല്ല, കുറെ മുടിക്കെട്ടാണ്. അതിന്ന് കൊടുന്നിട്ട് അത് വിറ്റ് കച്ചവടാക്കാൻ, മുസ്ലിം സമുദായത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ. ഇതിനെയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമില്ലാത്തോണ്ടല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ടാണ് എന്നാ മുജാഹിദുകൾ പറയുന്നത്. അല്ലേ? എന്തെല്ലാം കച്ചവടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബാക്കവി കൊടുത്തിട്ട് നെയിൽ നദിൽ മൂപ്പര് അവിടെയൊക്കെ പോയിരുന്നു, ഈജിപ്തിലൊക്കെ. അപ്പൊ മൂപ്പര് ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഈ നെയിൽ നദിയിലെ വെള്ളം അത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കച്ചവടം ചെയ്യാൻ. അതുപോലെ തന്നെ ചാവ് തടാകത്തിലെ വെള്ളം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് പറയണം, അത് മുഖത്ത് ചേർത്താൽ ഭയങ്കര ഗ്ലാമർ ഉണ്ടാവും. എന്നിട്ട് പറയാ, ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ഉണ്ടാക്കണത് ഈ ചാവ് തടാകത്തിന്റെ തീരത്ത് നിന്ന് മണ്ണെടുത്തിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. എന്നിട്ട് മൂപ്പര് എൻ്റെ അടുത്തുണ്ട്, വന്നാൽ ചെറിയ കുപ്പി ഞാൻ തരാം. കച്ചവടാണ്. അതുപോലെ തന്നെ എല്ലാം അല്ലെ, പ്രഭാതത്തിലെ ദിക്ർ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, പ്രദോഷത്തിലെ ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. അതും ഇപ്പൊ കച്ചവടാണ്. ഓൺലൈനിൽ ഇരുന്ന് മുസ്ലിയാക്കന്മാര് കച്ചവടം നടത്തുകയാണ്, എല്ലാം പൈസക്ക് വിൽക്കുകയാണ്. അവസാന സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ഔലിയാക്കളെ ഉയർത്തി കൊണ്ടുവന്ന് എത്രത്തോളം അറിയോ? ഒരു പ്രവാചകൻ കൂടി ഉണ്ട് എന്നാ അവര് പറഞ്ഞത്. ഇന്ത്യയിലേക്ക് വന്ന പ്രവാചകനാണ് പ്രിയമുള്ളവരെ ഖാജ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്നാണ്. നമ്മളെ കോണോമ്പാർ സലാത്തിയിലാണ് ആ ചങ്ങാതി, തങ്ങളാണ് എന്നാ പറയുന്നത്. തങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചിരി വരുന്ന എന്താ അറിയോ? തങ്ങന്മാർക്ക് പ്രത്യേകതയൊക്കെ ഉണ്ട്, പക്ഷെ മക്കയിലും മദീനയിലും ഇത്ര അധികം തങ്ങന്മാരില്ല. ഇവിടെ മഹല്ലടിസ്ഥാനത്തിൽ തങ്ങന്മാരാണ്. ഒറ്റൊന്നിന് സനതുമില്ല അല്ലേ? ഇതൊക്കെ സനത് വേണ്ടേ? അപ്പൊ സുഹൃത്തുക്കൾ ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം അറിയോ? ഇങ്ങനെ ഔലിയാക്കളുടെ പേരിൽ പലതും കെട്ടിയുണ്ടാക്കി, പലതും പറഞ്ഞ്
അല്ലേ, അവരോട് പേടി, അവരുടെ അടുക്കൽ പോയി തേടാണ്, അവരുടെ എത്രത്തോളം റബ്ബാണ് എന്ന് പറയാണ്. അപ്പൊ അതിനെ എതിർക്കുക. അപ്പൊ പേരോടുള്ള ഉസ്താദ് പറയണ എന്താ അറിയോ, പേരോടൊരു ഉസ്താദ് ഉണ്ട്, മൂപ്പര് പറയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. എന്തേ അങ്ങനെ പറഞ്ഞാല് അള്ളാഹ് കഴിവെടുത്തൂടെ? അതാങ്കളുടെ വാദം. അള്ളാഹ് എന്ത് കഴിവും കൊടുക്കുന്നതാണ്. അള്ളാഹ് എന്ത് കഴിവും കൊടുക്കും അല്ലേ? അള്ളാഹ് കൊടുത്തൂടെ? അപ്പോ പരിധിയില്ലാതെ കാണും, പരിധിയില്ലാതെ കേൾക്കും. നിങ്ങളെ ഔലിയാക്കൾ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശരി, എന്തുകൊണ്ട് സി എം റബ്ബാണ് എന്ന് എന്തുകൊണ്ട് അവർക്ക് വിശ്വസിച്ചുകൂടാ? നിങ്ങളതിനെ എതിർക്കാൻ അർഹതയൊന്നുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. നാളത്തെ പരലോകമാണ് പ്രശ്നമാണ്. നാളത്തെ പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അതാണ് ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത്. അതല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടുകൂടാ, അത് മതമായി നമ്മൾ ആചരിച്ചുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം, സംശയമില്ല. ഈ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് അവർക്ക് സലാത്തില്ല എന്നാണ്. സലാത്തുണ്ട്, സലാത്ത് ചൊല്ലണം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. മൻ സ്വല്ല അലയ്യ സ്വലാത്തും വാഹിദാ, എന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ, അവന് 10 നന്മകൾ അല്ലാഹു നൽകുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവൻ ലുബ്ധനാണ്, പിശുക്കരാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയിട്ടുണ്ട്. പക്ഷെ മുജാഹിദുകൾ എതിർക്കുന്നത് എന്തിനെയാണ്? സ്വലാത്ത് വിറ്റ് കച്ചവടം നടത്തുന്നതിനെയാണ്. സ്വലാത്ത് ചൊല്ലി കച്ചവടം നടത്തൽ, സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക് കയറ്റിവിടൽ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, താബികൾ പഠിപ്പിച്ചിട്ടില്ല, തബഉ താബികൾ പഠിപ്പിച്ചിട്ടില്ല. സ്വലാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടതാ പല സ്വലാത്തുകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നാരിയ സ്വലാത്ത് പോലെ, കഞ്ചുല്ലർഷ് പോലെ, അഅ്ലമുസ്സലാത്ത് പോലെ പല സ്വലാത്തുകളും ഇവിടെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ നാരിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, സഹാബത്ത് പഠിപ്പിച്ചതല്ല, താബികൾ പഠിപ്പിച്ചതല്ല, തബഉ താബികൾ പഠിപ്പിച്ചതല്ല. ഇബ്രാഹിം നാസി എന്ന് പറയുന്ന മൊറോക്കോക്കാരൻ ഉണ്ടാക്കിയതാണ്. അത് ഇസ്ലാമിൽ, പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ രേഖയല്ല. അതുകൊണ്ട് ഇസ്ലാമിൽ നാരിയ സ്വലാത്തില്ല. മാത്രമല്ല പ്രിയമുള്ളവരെ, ഇന്ന് മുസ്ലിം സമുദായത്തിൽ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത്. ആരാണിതുണ്ടാക്കിയത്? ഈ ഹദ്ദാദ് റാത്തീബ് സ്വഹാബത്ത് ചൊല്ലിയിട്ടില്ല, താബികൾ ചൊല്ലിയിട്ടില്ല, തബഉ താബികൾ ചൊല്ലിയിട്ടില്ല, ഇമാം ഷാഫി ചൊല്ലിയിട്ടില്ല, ഇമാം അബൂ ഹനീഫ ചൊല്ലിയിട്ടില്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചൊല്ലിയിട്ടില്ല, ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചൊല്ലിയിട്ടില്ല. ഇവരാരും ചൊല്ലിയിട്ടില്ല. അത് ബാ അലവി അൽ ഹദ്ദാദ് എന്ന് പറയുന്ന 600 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് ഇസ്ലാമാകുന്നത്? ഇതാണ് മുജാഹിദുകൾ ചോദിക്കുന്നത്. ഇങ്ങനെ മുസ്ലിം സമുദായത്തില് പലതും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പുരോഹിതന്മാർ അതാ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ജൂതനെ കുറിച്ച് പറഞ്ഞില്ലേ, വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളുന്നൂൻ. അതെ, ആ ആളുകൾ ആരാണ്? ആ ജൂതന്മാരെ കുറിച്ചുള്ള പറയാണ്, അവർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല. ചില ഊഹാപോഹങ്ങളാണ്, ചില അനുമാനങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. അതവർ പഠിക്കാൻ തയ്യാറായില്ല, അതവർ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവർ കൈകൊണ്ട് പലതും എഴുതിയുണ്ടാക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഹദാ മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ ദൈവികപാട്. ജൂതന്മാർ പലതും എഴുതിയുണ്ടാക്കി. അവരുടെ വേദഗ്രന്ഥം അവർ പഠിച്ചില്ല, അവരുടെ പ്രവാചകൻ അവർ അംഗീകരിച്ചില്ല. ആ പുരോഹിതന്മാരുടെ കൈകൾ കൊണ്ട് പലതും എഴുതിയുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ഇത് ദൈവികമാണ്, ഇത് അല്ലാഹുവിൽ നിന്നാണ്. എന്തിനു വേണ്ടിയാ അവർ ചെയ്തത്? ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ. അതെ, അതുകൊണ്ട് അവർക്ക് തുച്ഛമായ ലാഭമുണ്ടാക്കാനാണ്, പണമുണ്ടാക്കാനാണ്. അല്ലാഹു പറയാണ് ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അവർ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയതുകൊണ്ട് അവർക്ക് നരകമാണ്. അവർ
അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ട് അവർക്ക് നാശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പുരോഹിതന്മാരെ, ഈ മുസ്ലിം സമുദായത്തെ നിങ്ങൾ ശിർക്കിലേക്ക് കൊണ്ടുപോകല്ലേ, നിങ്ങൾ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകല്ലേ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഇവിടെയില്ലേ, ആ പ്രവാചക ചര്യയില്ലേ, അവിടുന്നല്ലേ പറഞ്ഞത് തറക്തു ഫീക്കും അംറൈൻ, നിങ്ങൾക്കിതാ രണ്ട് കാര്യം ഞാൻ ഉപേക്ഷിച്ചു പോവുകയാണ്. ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അതിനെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പിഴച്ചു പോകില്ല. എന്താണതെന്നറിയുമോ? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനാണത്. വസുന്നത്തു റസൂലിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതിനെ അങ്ങ് മുറുകെ പിടിച്ച് ജീവിച്ചോളൂ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ദീനുണ്ടാകണം. ആ ദീന് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ മക്കൾ സ്വർഗത്തിന്റെ അവകാശികളാകണം. വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണല്ലോ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന അമനൂ, ഓ ഈമാനുള്ളവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. പ്രിയമുള്ളവരെ, മക്കളോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. അവർക്ക് ദീനിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, ദീന് പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് ദീനിന്റെ സാഹചര്യങ്ങൾ വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കണം. ഖുർആൻ അറിയാത്ത മക്കൾ നമുക്കുണ്ടാകരുത്. അതേ, നമ്മൾ ലോകത്തോട് വിട പറഞ്ഞാൽ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാകണം. ആ നിലക്ക് നമ്മുടെ മക്കളെ ദീനുമായി അടുപ്പിക്കണേ. ദീനീ ക്ലാസുകളിൽ നമ്മൾ ഉണ്ടാകണം. അതേ, QHLSകളിൽ നമ്മൾ ഉണ്ടാകണം. ഖുർആൻ പഠനമുണ്ടാകണം. പരലോകത്തിന്റെ രക്ഷയാണ്. ഈ ലോകത്തെന്ന് വിട പറഞ്ഞു പോയാൽ അരടി മണ്ണിലേക്കാട് കൊണ്ടുപോയി വെക്കപ്പെടുക. എല്ലാം അവസാനിപ്പിച്ച് ശൂന്യമായ കൈകളുമായി വിലപിടിപ്പുള്ള വേഷവിധാനങ്ങളെല്ലാം അടിച്ചു മാറ്റപ്പെട്ട് നിസാരമായ 3 തുണിയിൽ പൊതിഞ്ഞ് അരടി മണ്ണിലേക്ക് താഴ്ത്തിവെച്ച് അതിലേക്ക് വായുവോ പ്രകാശമോ പ്രവേശിക്കുന്ന ഒരു ചെറിയ ദ്വാരമുണ്ടെങ്കിൽ അതുപോലും മണ്ണ് വെച്ചടച്ച് 100% ഇരുട്ട് അത് ഉറപ്പുവരുത്തിയിട്ടല്ലേ നമ്മുടെ കുടുംബങ്ങൾ തിരിച്ചു വരിക. അതേ, അവസാനത്തെ മനുഷ്യൻ കബറിന്റെ അടുക്കൽ നിന്ന് പോയാൽ അതാ വരുന്നു കബറിലേക്ക് മലക്കുകള്. ചോദിക്കുന്ന ചോദ്യമാണ്, വമാ ഇമാമുക, നിന്റെ ഇമാം എന്താണ്? മറുപടി പറയണ്ടേ മുഅ്മിനേ, അൽ ഖുർആനു ഇമാമീ, ഈ ഖുർആനാണ് എൻ്റെ ഇമാമ്. അമൻതു ബിഹി, അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖതു, അത് ഞാൻ ജീവിതം കൊണ്ട് സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് 3 മറുപടി പറയണമെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ പഠിതാവാകണം. അത് ജീവിതത്തിൽ പകർത്തണം. അതിനെക്കുറിച്ച് ചിന്തിക്കണം. അത് ഖുർആൻ പാരായണം ചെയ്യണം. 4 ബാധ്യതകൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഖുർആൻ പഠിക്കണേ. ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ജീവിതത്തിൽ പകർത്തണേ. നല്ല കുടുംബ ജീവിതം ഉണ്ടാകട്ടെ. അതേ, പുതിയ നവലിബറൽ ആശയങ്ങളിലേക്ക് പുതിയ തലമുറ കടന്നു പോകുമ്പോൾ ഒരു പരിധിവരെ, ഓ പിതാവേ മാതാവേ, നിങ്ങളും അതിന് കാരണക്കാരാണ്. വിവാഹം വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരികൾ അധികരിക്കാനുള്ള കാരണം നമ്മുടെ കുടുംബ ജീവിതമാണ്. ജീവിതത്തിൽ സമാധാനമില്ല. അതേ, തൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ ദാമ്പത്യ ജീവിതം കാണുന്ന മക്കള് അവിടെ ഒരിക്കലും സമാധാനം കാണുന്നില്ല. അതേ, മാതാവും പിതാവും കലഹത്തിലാണ്. പരസ്പരം കണ്ടുമുട്ടിയാൽ ദേഷ്യമാണ്. ആ മകള് തീരുമാനിക്കുകയാണ്, ഇങ്ങനെയാണ് കുടുംബജീവിതമെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട. അത് ലിബറൽ ആശയങ്ങൾ അതിന്, അതേ പ്രിയമുള്ളവരെ, പിന്തുണ നൽകുമ്പോൾ അതിലേക്ക് നമ്മുടെ മക്കള് മാറിപ്പോകും, സംശയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ലൊരു ഉമ്മയാകണം, നല്ലൊരു ഉപ്പയാകണം, നല്ലൊരു ഭാര്യയാകണം, നല്ലൊരു ഭർത്താവാകണം. ഏറ്റവും നല്ല മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാറുക്കും ലി അഹ്ലിഹി, സ്വന്തം ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറണം, ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയുമായി കൊണ്ട് അടുപ്പമുണ്ടാകണം. ദാമ്പത്യ ജീവിതം പരാജയത്തിലാണ് ഒരു മഹാഭൂരിഭാഗം വരുന്ന ആളുകളെ. അതേ,
രഹസ്യ കാമുകന്മാരെ സ്വീകരിക്കുന്നവർ, രഹസ്യ കാമുകിമാരെ സ്വീകരിക്കുന്നവർ പടച്ച റബ്ബ് കാണുന്നുണ്ടേ. കൈ സംസാരിക്കുന്ന ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടും, കാലുകൾ സംസാരിക്കുന്ന ലോകത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലുകളും മാംസങ്ങളും തുടകളും എല്ലാം നാളെ പരലോകത്ത് സംസാരിപ്പിക്കും. അങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോയി ആ നരകത്തിന്റെ തീജ്വാലകളിൽ അങ്ങ് മറിക്കപ്പെടുമ്പോൾ സ്വന്തം ശരീരത്തോട് മനുഷ്യൻ ചോദിക്കുമത്രേ, എനിക്കെതിരെ എന്തിനാ നീ സാക്ഷി പറഞ്ഞത്? സ്വന്തം അവയവങ്ങൾ അവനോട് പറയുമത്രേ, എല്ലാത്തിനും സംസാരശേഷി നൽകിയ റബ്ബാണ് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചത്, ഞങ്ങൾക്ക് നിർവാഹമില്ലായിരുന്നു. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്നിതാ നിന്റെ വായക്ക് സീല് വെക്കുകയാണ്, പരലോകത്ത് വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയില്ല. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകളാണ് നമ്മോട് സംസാരിക്കുന്നത്. വതശ്ഹദു അർജുലഹും, കാലുകളാണ് സാക്ഷി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ലോകത്തേക്ക് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടും, അവിടുന്ന് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതവിടെ കാണിക്കപ്പെടും, അണുമണിത്തൂക്കം തിന്മ ചെയ്താലും അതവിടെ കാണിക്കപ്പെടും. ഒരാളോടും അനീതി കാണിക്കപ്പെടില്ല. പ്രാർത്ഥിച്ചവരും പ്രാർത്ഥിക്കപ്പെട്ടവരും അവിടെയുണ്ടാകും, പിൻപറ്റിയവരും പിൻപറ്റപ്പെട്ടവരും അവിടെയുണ്ടാകും. പക്ഷേ ആരും ആരെയും സഹായിക്കില്ല, എല്ലാവരും ഏകാകിയാണ്. നഫ്സി 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 നഫ്സിയാ, എനിക്കെൻ്റെ ശരീരം എനിക്കെൻ്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോ, പ്രിയമുള്ളവരെ, നരകത്തിൽ പെട്ടുപോയാൽ പരാജയം തന്നെ. അതുകൊണ്ടാണ് നരകത്തിൽ പോയ മനുഷ്യർ പറയുന്നത്, യൗമ തുകല്ലബു വുജൂഹും ഫിന്നാർ. ആ നരകത്തിൽ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ മറിക്കപ്പെടുമ്പോൾ അവർ പറയും, യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വഅതഅന റസൂല. ഞങ്ങൾ അല്ലാഹനെ അനുസരിച്ചില്ലല്ലോ, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചില്ലല്ലോ, ഞങ്ങളുടെ നാട്ടിലെ പ്രധാനികളെ, നേതാക്കന്മാരെ, പുരോഹിതന്മാരെയാണ് ഞങ്ങൾ അനുസരിച്ചത്, അവർ ഞങ്ങളെ പിഴപ്പിച്ച് കളഞ്ഞല്ലോ. റബ്ബനാ, അതുകൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവേ, ആതിഹിം ളിഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. പടച്ചോനെ, അവർക്ക് ഇരട്ടി ശിക്ഷ നീ നൽകണേ റബ്ബേ, ഞങ്ങളെ പിഴപ്പിച്ചത് നിമിത്തം അവരെ നീ ശപിക്കണേ റബ്ബേ എന്ന് നരകത്തിൽ വെച്ചുകൊണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കുമെന്നാണ്. പക്ഷേ പ്രിയമുള്ളവരെ, രക്ഷയില്ല, നരകത്തിൽ അകപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഈ ഉത്ബോധനം നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ചോദിക്കും, നാളെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ നരകത്തിലേക്ക് വീഴുന്ന സന്ദർഭത്തിൽ അതിന്റെ കാവൽക്കാർ ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകർ വന്നില്ലായിരുന്നുവോ? പറയേണ്ടി വരും, ബലാ, വന്നിരുന്നു. ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ, പക്ഷേ ഞങ്ങൾ അതിനെ കളവാക്കി കളഞ്ഞു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, അല്ലാഹു ഒന്നും പുതിയതായി ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞു എന്ന് പറയേണ്ട ഗതികേടുണ്ടാകും. എന്നിട്ട് അവർ പറയും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങളൊന്ന് കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅകിലു, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുമായിരുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ വിലപിക്കാതിരിക്കാൻ, നാളെ പരലോകത്ത് നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുക, പ്രവാചകചര്യ സ്വീകരിക്കുക, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അത് ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ ജീവിതം നമ്മൾ ക്രമീകരിക്കുക. ഇഹലോകത്തും പരലോകത്തും പ്രിയമുള്ളവരെ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ദീന്, അത് മുറുകെ പിടിക്കുക. ദീനാണ് പരിഹാരം, ഇസ്ലാമാണ് പരിഹാരം, ഇസ്ലാമിന്റെ ആദർശമാണ് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിക്കും പരിഹാരം എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ നിലക്ക് ദീനുമായി അടുത്തു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, നമ്മുടെ കുടുംബത്തിന് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പ്രദേശത്തുള്ള ഒരു കുഞ്ഞ് ഒരു രോഗം ബാധിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലാണ് അറിയാൻ കഴിഞ്ഞു. 20 ലക്ഷത്തോളം രൂപ
അത് ആളുകൾ പിരിക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. എല്ലാവരും പരമാവധി സഹകരിക്കണം. ആ കുഞ്ഞിന് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته.